you. ഈ ഒരു സെഷൻ ആക്ച്വലി ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സെഷനാണ്. ബിക്കോസ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ പലപ്പോഴും നമുക്ക് ആർക്കും അറിയത്തില്ല എങ്ങനെയാണ് നമ്മുടെ അടുത്ത് നിന്ന ഒരാളൊന്ന് തലയിറങ്ങി വീണാലോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കണ്ടാലോ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. നമ്മൾ പാനിക്കാവും. നമ്മളാണ് ആദ്യം പാനിക്കാവുന്നത്. കുട്ടികളാണെങ്കിലും ഇപ്പം നമ്മളെല്ലാവരും പാരൻസ് ആണ്. കുട്ടികൾ ചിലപ്പോൾ ബെഡിൽ നിന്ന് ഉരുണ്ട് വീണു, ചോക്കിങ് വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻസിലും നമുക്ക് അറിയത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ സീഷറിന്റെ ഒരു എപ്പിസോഡ് ഉണ്ടായി. വി ഡോണ്ട് നോ വാട്ട് ടു ഡു. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല ആൾക്കാരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഇവിടെ നമുക്ക് എനിക്ക് വന്ന ഒരു സജഷനാണ് ചേച്ചി ഇങ്ങനെ ഒരു സെഷൻ ചെയ്യണം. സോ വെൻ ഇറ്റ് കെയിം ഐ ഡി നോട്ട് തിങ്ക് ട്വൈസ് അബൌട്ട് ഇറ്റ്. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡു ദിസ് എന്നുള്ളത്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ട്രെയിൻ യു ഓൺ ദ ബേസിക് ലൈഫ് സ്കിൽസ് വാട്ട് വി ഹാവ് ടു ഡു വെൻ എൻ എമർജൻസി കംസ്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്. സോ വി വിൽ ട്രെയിനിങ് 10 പേരെ മാൻഡറ്ററി ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യും. ആൻഡ് യു വിൽ ബി ദ വൺസ് ഹൂ വിൽ ബി ടേക്കിംഗ് ഇറ്റ് അപ്പ് ഫർദർ. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നിങ്ങളായിരിക്കും നമ്മൾ ആദ്യം വിളിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ എല്ലാവരും. അപ്പോൾ അതാണ് സെഷന്റെ മെയിൻ ഉദ്ദേശം. And I want to really thank Dr. Garishma Akhil, because she's the one who actually got me connected to these two doctors who took time from their busy schedule and came here today. So we have with us Dr. Anita Krishna. She's an ENT surgeon. She's presently working at a family health center in Angamali. And we have Dr. Sister Sheila Maria. She's an anesthetologist and she's working at Carmel Hospital, Alva. So they will be the ones who's going to train you. And may I request you to kindly take this up from me. കേൾക്കാമോ? ഓക്കെ, എൻ്റെ പേര് ഡോക്ടർ അനിത. ENT സർജൻ ആണ്. ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്നു, തുറവൂർ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ. എൻ്റെ കൂടെയുള്ള ഡോക്ടർ സിസ്റ്റർ ഷീല മറിയാണ്, അനസ്തീഷ്യോളജിസ്റ്റ്, കാർമൽ ഹോസ്പിറ്റൽ, ആലുവ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ട്രെയിനിങ്സ് കിട്ടാറുണ്ട്, നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ബേസിക്കലി നമ്മുടെ എയിം എന്ന് പറയുന്നത് IMAയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവറി സിറ്റിസൺ ഇസ് എ ലൈഫ് സേവർ. എല്ലാവരെയും ഒരു ലൈഫ് സേവിങ് സ്കിൽസ് അറ്റ്ലീസ്റ്റ് ഒന്ന് അവെയർ ആക്കാം. അപ്പം മാക്സിമം നമ്മൾ എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര കേൾക്കുന്നു, ചിലപ്പോൾ നമ്മൾ TV-യിലും സിനിമയിലും എല്ലാം കാണുന്നതായിരിക്കത്തില്ല റിയൽ ലൈഫിലെ കാര്യങ്ങൾ. അപ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ്, എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഒരു അവയർനെസ്സും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും CPR എന്നുള്ളത് ഉണ്ടല്ലോ, കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. പക്ഷേ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ടൈം അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ട്, പൾമണറി എന്ന് പറഞ്ഞാൽ ലങ്സ്, റീസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിന്ന് പോയ ഹാർട്ടിനെയും ലങ്സിനെയും നമ്മൾ റീസസിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സ്ഥിരം കാണുന്ന പോലെ ഒരാൾ വീണു, നെഞ്ചിലിടിച്ചു, പിന്നെ വായിലൂടെ ശ്വാസം കൊടുത്തു, അതാണ് ബേസിക് കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. പക്ഷെ ആ ഒരു പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു എൻറ്റയർ എഫേർട്ട് വേസ്റ്റ് ആവും. അപ്പം നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തീഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ അവരുടെ റീസസിറ്റേഷൻ കൗൺസിൽ ഉണ്ട്. ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. പബ്ലിക്കിന് ചെയ്യാൻ പറ്റുന്നത്, ഹോസ്പിറ്റലിലുള്ള ട്രെയിൻ പേഴ്സണിന് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ബേസിക്കലി നോൺ മെഡിക്കൽ ആൾക്കാർക്ക് എടുത്തു കൊടുക്കുന്നത് പബ്ലിക്കിന് ചെയ്യാൻ പറ്റുന്ന കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ ആണ്. പൾമണറി പാർട്ടില്ല, ഇറ്റ്സ് ഓൺലി കാർഡിയാക് പാർട്ട്. അതിനാണ് കംപ്രഷൻ ഉള്ളി ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഞ്ചമർത്തൽ മാത്രമായ ജീവൻ രക്ഷാ പ്രവർത്തനം. ഇപ്പം നിങ്ങൾ ഇഷ്ടം പോലെ ന്യൂസിലും TV-യിലൊക്കെ കാണുന്നുണ്ടാവും, പെട്ടെന്ന് ഒരാൾ കൊളാപ്സ് ചെയ്തു, അല്ലെങ്കിൽ ബസ്സിൽ പോകണമ്പോൾ ഒരു പാസഞ്ചർ കൊളാപ്സ് ചെയ്തു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോ പാസഞ്ചർ ഹു ഹാസ് ട്രെയിനിങ് ഇൻ ഫസ്റ്റ് എയ്ഡ്, അവർ റിസസിറ്റേറ്റ് ചെയ്തു, ആളെ രക്ഷപ്പെടുത്തി നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നുള്ളത്. ദർ ആർ മെനി ഇൻസിഡൻസ് നമ്മൾ പേപ്പറിലും ന്യൂസിലും TV-യിലും എല്ലാം കാണുന്നത്. സോ ദിസ് ഇസ് പ്രസിഡന്റ്, പാസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സഡൻലി കൊളാപ്സ് ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് അല്ലേ. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ലൈക്ക് MN വിജയൻ, സാഹിത്യകാരൻ, പുള്ളിയും ഇതേപോലെ മീറ്റിംഗിലിരുന്നു, മീറ്റിംഗിന് ഇടയിൽ വെച്ചിട്ട് he just collapsed and he died.
there are many causes for a sudden loss of consciousness. Actually, ഇതൊരു വൺ വേ ടോക്ക് അല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം. വാട്ട് എവർ യു ആർ സീയിങ് ഇസ് റൈറ്റ്. നമുക്ക് അതിൽ കറക്ഷൻസ് വരുത്താം. പറയണത് തെറ്റാണോ എന്ന് വിചാരിച്ചിട്ട് പറയാണ്ടിരിക്കരുത്. സോ ലൈക്ക് വാട്ട് ക്യാൻ ബി ദ കോസസ് ഓഫ് സഡൻ ലോസ് ഓഫ് കോൺഷ്യസ്നസ്? ഒരാൾ പെട്ടെന്ന് അബോധാവസ്ഥയിലാണ് അല്ലെങ്കിൽ ബോധം പോകുന്നതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം? ഓക്കെ, ഷുഗർ ലെവൽ ഡൗൺ ആവുന്നത്, സ്ട്രെസ് ഉണ്ട്. ഓക്കെ, സോഡിയം അതൊക്കെ നമുക്ക് ലേ പേഴ്സണ് മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ലോ പ്രഷർ വരാം, കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അതാണല്ലോ നമ്മൾ ഏറ്റവും കോമണസ്റ്റ്. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ കൊളാപ്സ് ചെയ്തു നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ ECG എടുക്കും. ECG എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് എന്നായിരിക്കും മിക്കവാറും പറയുന്നത്. So the commonest causes of sudden loss of consciousness എന്ന് പറയുന്നത് cardiac arrest and MI. MI is myocardial infarction. ആക്ച്വലി കാർഡിയക് അറസ്റ്റ് നമുക്ക് എല്ലാത്തിനും ജനറൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു കോമൺ ആൾക്കാർക്ക് കോമൺ ടേം ആണ് കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത്. ആക്ച്വലി കാർഡിയക് അറസ്റ്റ് ആൻഡ് MI രണ്ടും ഡിഫറെന്റ് ടേംസ് ആണ്. ബേസിക്കലി നമ്മുടെ ഹാർട്ട് അടിക്കുന്നുണ്ട് അല്ലേ? എത്ര ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്? 72. ഓക്കെ, ആ ഹാർട്ടിന് ഒരു റിത്തം ഉണ്ട്, ഒരു റേറ്റ് ഉണ്ട്. ചില സമയത്ത് റേറ്റ് കൂടാം അല്ലെങ്കിൽ ചില സമയത്ത് റേറ്റ് കുറയാം. അപ്പൊ റേറ്റിലെ വ്യത്യാസത്തിന് പറയുന്നതാണ് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ കാരണം ഒരാൾ കൊളാപ്സ് ചെയ്ത് വീഴും. ഒത്തിരി ഹാർട്ട് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാലും ഒരാൾ കൊളാപ്സ് ചെയ്ത് വീഴും. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൽ ബ്ലഡ് സപ്ലൈ ഉണ്ടല്ലോ. യൂഷ്വലി വന്ന് നമ്മൾ പറയുന്ന കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നതും കൊളസ്ട്രോൾ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യാണ്ടിരിക്കാനെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന സാധനം. അപ്പൊ അതിലേക്ക് ആ ബ്ലഡ് സർക്കുലേഷനിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്ന് ഹാർട്ടിന്റെ പമ്പിങ് കറക്റ്റ് ആയിട്ട് വരാതെ ഹാർട്ട് സ്റ്റോപ്പ് ആവുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ കോമൺ ടേം ഇസ് ലൈക്ക് കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നത് ഹെഡ് ഇഞ്ചുറി ആണ്. ഹെഡ് ഇഞ്ചുറി ചിലപ്പോൾ വെറുതെ ഒന്ന് ബ്ലീഡിങ് കാരണം വരാം, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ട്രോമ കാരണം താഴെ വീണ് ഹെഡിന് ഇഞ്ചുറി വരാം. പിന്നെ ഉള്ളതാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ക്ലോട്ടോ വന്നിട്ട് ഒരു സൈഡ് തളർന്നു പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പം സഡൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആയിരിക്കും. പിന്നെയുള്ള ഡയബറ്റിക് കോമ. ഡയബറ്റിക് കോമ എന്ന് പറയുന്നത് ഷുഗറിന്റെ ലെവൽസ് കൂടിയിട്ട് ആള് കോമയിലേക്ക് ആവുന്ന അവസ്ഥ. പിന്നെ ആൽക്കഹോളിസം, എക്സസീവ് ആയിട്ട് ആൽക്കഹോൾ ഇൻടേക്ക് വന്നു കഴിഞ്ഞാലും സഡൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് വരാം. ചോക്കിംഗ്. വാട്ട് ഇസ് ചോക്കിംഗ്? ഫുഡ് പാർട്ടിക്കിള് നമ്മുടെ വിൻ പൈപ്പിൽ, നമുക്കറിയാലോ, നമുക്ക് വിൻ പൈപ്പ് ഉണ്ട്, ഫുഡ് പാസേജ് പോകാനുള്ളതുണ്ട്. അപ്പം നമ്മൾ ഫുഡ് പാസേജ് നമ്മുടെ ഫുഡ് പൈപ്പിൽ കൂടെ പോവാണ്ട് വിൻ പൈപ്പിൽ വന്ന് നമുക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതിനാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് വരെ വെക്കുന്നുണ്ട്. അത് കാരണവും നമുക്ക് സഡൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് വരാം. പിന്നെ ആക്സിഡൻസ് ആൻഡ് സൂസൈഡ്, ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെയാണ്. സോ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ ബേസിക് വൈറ്റൽ ഓർഗൻസ് പറഞ്ഞത് ഹാർട്ടും ബ്രെയിൻ ആണ്. ഹാർട്ട് പമ്പ് ചെയ്യും, ഹാർട്ടിന്റെ ബ്ലഡ് പമ്പ് ചെയ്ത് മുകളിലേക്ക് ബാക്കി എല്ലാ ഓർഗൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ബാക്കി ഓർഗൻസ് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. സോ വാട്ട് ദ സ്റ്റഡി സേസ് ദാറ്റ് 3 minutes ബ്ലഡ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇന്റേർണലി എക്സ്റ്റേർണലി എങ്ങനെയും ഒരു മേജർ ബ്ലഡ് ലോസ് 3 minutes ആണെങ്കിൽ there will be loss of consciousness. And if that blood loss continues to up to 10 minutes, the changes will be irreversible. സോ നമുക്ക് കിട്ടുന്ന ടൈം ഈ 3 minutesന്റെയും 10 minutesന്റെ ഇടയിലുള്ള ടൈം, ദാറ്റ് മീൻസ് ഏകദേശം ഒരു 7 minutes. ആ 7 minutesനുള്ള നമ്മൾ ആക്ട് ചെയ്തിരിക്കണം. സോ ആ ഒരു എന്തിനാണ് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ എമർജൻസി ലൈഫ് സപ്പോർട്ട് പഠിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഹോസ്പിറ്റൽ ആക്സസിബിൾ ആയിരിക്കത്തില്ല. ഇപ്പൊ വീട്ടിൽ ഒരാൾ കൊളാപ്സ് ചെയ്തു, നമ്മളെല്ലാവരും പാനിക്കായിട്ട് നിൽക്കുക ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. സോ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ആംബുലൻസ് വിളിച്ചു അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുന്ന ഒരു ടൈം, ആ ടൈമാണ് ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് കാരണം ആ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ മേ ബി വി ക്യാൻ സേവ് ഹിസ് ഓർ ഹെർ ലൈഫ്. ഓക്കെ, ഇപ്പൊ എല്ലാവരുടെയും വീട്ടില് പ്രായമായവരുണ്ടാവും, ഇവൻ നമുക്ക് തന്നെ പ്രശ്നം വരാം, കുട്ടികളുണ്ടാവും. എല്ലാവർക്കും ബേസിക് ലൈഫ് സപ്പോർട്ട് എല്ലാവരുടെയും സെയിം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്.
സോ ഇതാണ് നമ്മുടെ ഇന്ത്യൻ റിസസിറ്റേഷൻ കൗൺസിലിലെ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് ഓരോന്നിനും കളർ കോഡാണ്. കംപ്രഷനോടി ലൈഫ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഓൺലി ഫോർ എ ലേ പേഴ്സൺ, ലൈക്ക് പബ്ലിക് അല്ലെങ്കിൽ മെഡിക്കലി വലിയ നോളജ് ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന അതിന്റെ കളർ കോഡ് ഇസ് യെല്ലോ. പിന്നെ കുറച്ചുകൂടി നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള പാരാമെഡിക്സ് ഹു ക്യാൻ ഡു ദിസ് പ്രൊസീജിയർ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ, അതാണ് ബേസിക് കാർഡിയോ പൾമണറി ലൈഫ് സപ്പോർട്ട്. പിന്നെ ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ നമ്മൾ ചെയ്യുന്നതാണ് കോംപ്രിഹെൻസീവ് കാർഡിയോ പൾമണറി ലൈഫ് സപ്പോർട്ട്. സോ ഇനി അങ്ങോട്ട് പോകുന്ന ഫുൾ യെല്ലോയിലെ കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത് കേട്ടോ. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീണ കണ്ടു, അല്ലെങ്കിൽ യു ആർ ഫൈൻഡിങ് എ പേഴ്സൺ ഹു ഇസ് ലൈങ് അൺകോൺഷ്യസ്, അധികം സമയമായിട്ടില്ല, എന്താ ആദ്യം ചെയ്യുക? വാട്ട് ഈസ് യുവർ ഫസ്റ്റ് റെസ്പോൺസ്? നമ്മളെല്ലാരും നോക്കിയേക്കും അല്ലേ? നമ്മള് സിനിമയിലും ടി വിയിലും കാണുമല്ലേ, എല്ലാവരും ചുറ്റും കൂടി നിൽക്കും, ലൈക്ക് വീഡിയോ ഫോട്ടോ എടുക്കും, ഫേസ്ബുക്ക് ലൈവ് പോവും. അതാണ് ഇപ്പോഴത്തെ യൂഷ്വൽ ട്രെൻഡ്. സോ അതാവരുത്. ഇറ്റ്സ് ലൈക്ക് നമ്മളായും തന്നെ നമ്മൾ ഇതിന്റെ ബേസിക് കോർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താ ഏർലി അയാൾ കൊളാപ്സ് ചെയ്തു അല്ലെങ്കിൽ അയാൾക്ക് ഹി നീഡ്സ് എ മെഡിക്കൽ സപ്പോർട്ട് എന്നുള്ളത് നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യണം. ആണ് നമ്മൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യുക ആൻഡ് സ്റ്റാർട്ട് ദ ചെസ്റ്റ് കംപ്രഷൻ ആൻഡ് നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് ഇമ്മീഡിയറ്റ്ലി മാറ്റാം. ഫസ്റ്റ് ഇസ് വെൻ യു ഫൈൻഡ് എ പേഴ്സൺ ലൈങ് അൺകോൺഷ്യസ്, അല്ലെങ്കിൽ ഒരാള് ബോധമില്ലാണ്ട് വീടിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എൻഷുർ ചെയ്യേണ്ടത് വെദർ ദ പ്ലേസ് ഇസ് സേഫ് ഓർ നോട്ട്. ഇപ്പൊ ഒരു ആക്സിഡന്റ്, റോഡ് സൈഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവിടെ അയാൾ ബോധമില്ലാണ്ടാണ്, നമ്മൾ റോട്ടിൽ ചെന്ന് നമുക്ക് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഫസ്റ്റ് എൻഷുർ ദാറ്റ് ദ സീൻ ഇസ് സേഫ്. അതെന്തിനാ എൻഷുർ ചെയ്യുന്നത്? നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാനാ പോണേ, ലൈക്ക് അല്ലേ? അപ്പൊ നമ്മളും സേഫ് ആയിരിക്കണം. അപ്പൊ നമ്മൾ റോഡിന്റെ നടുക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി വന്ന് നമ്മുടെ കാര്യം തീരുമാനം കിട്ടും. സോ ലൈക്ക് ഫസ്റ്റ് സ്ഥലം സുരക്ഷിതമാണ് അല്ലെങ്കിൽ സേഫ് പ്ലേസ് ആണോ നോക്കുക. ഇതൊക്കെയാണ് കുറെ അൺസേഫ് പ്ലേസസ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ അല്ലേ? വർക്ക്ഔട്ട് ജിമ്മിൽ പോവാം, ഫയർ ബ്രേക്ക് ഉണ്ടാകാം, ഫോറസ്റ്റ് ഫയർ വരാം, കാറ് പെട്ടെന്ന് കത്തണം, അതെല്ലാം ഉണ്ടാവും. സോ ഏതൊക്കെ അൺസേഫ് പ്ലേസ് ആയാലും ഫസ്റ്റ് ആദ്യം നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വിക്ടിമിനെ മാറ്റാം. നമ്മൾ സേഫ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ആ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് പേഷ്യന്റ് ടു ബി ഷിഫ്റ്റഡ് ടു എ സേഫ് പ്ലേസ്. അടുത്ത് എന്ത് ചെയ്യും? പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ആ വിക്ടിമിനെ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. വാട്ട് നെക്സ്റ്റ്? സിനിമയിൽ കാണുന്ന വെള്ളം ഒഴിച്ചു നോക്കാന്നുള്ളതാണ്, അതല്ല. സോ യു ഹാവ് ടു സീ വെദർ അയാൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് നോക്കാം. എങ്ങനെ നോക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്? ഹിസ് അൺകോൺഷ്യസ്. കോൾ ഹിം. ഹൗ വിൽ യു കോൾ ഹിം? ബിക്കോസ് ലൈക്ക് ഇപ്പൊ നേരത്തെ കുറച്ച് കോസസ് പറഞ്ഞു അല്ലേ? അപ്പൊ അതില് അതൊക്കെ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഇതൊക്കെ ആകാം ചാൻസസ്. അല്ലെങ്കിൽ ഇപ്പൊ അയാളുടെ മെഡിക്കൽ, ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമുക്ക് മെഡിക്കൽ ഹിസ്റ്ററി അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഷുഗർ താന്നാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ലൈക്ക് അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അറിയുന്നില്ല, ടോട്ടലി ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആള് വീണ് കിടക്കാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സേഫ് പ്ലേസിലേക്ക് മാറ്റാം. സെക്കൻഡ് ആള് റെസ്പോൺസ് നോക്കുക. എങ്ങനെ റെസ്പോൺസ് നോക്കും? തട്ടി നോക്കും. എവിടെ തട്ടി നോക്കും? എന്താ ഷോൾഡറിന് അങ്ങനെ എന്തെങ്കിലും ആണ്? ഷോൾഡറില് ഏത് സൈഡ് ഷോൾഡർ ആണ് തട്ടി നോക്കുക? റൈറ്റ്, ലെഫ്റ്റ് ഓർ ബോത്ത്? അങ്ങനെ വല്ലതും ഉണ്ടോ സ്പെസിഫിക്കേഷൻസ്? യു ടാപ്പ് ഓൺ ബോത്ത് ഷോൾഡേഴ്സ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രോക്ക് ഒരു പോസിബിലിറ്റി ആണ്. സ്ട്രോക്കിന്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് സെൻസേഷൻ ഉണ്ടാവില്ല. സോ ഇപ്പൊ നമ്മള് ഇപ്പൊ റൈറ്റ് സൈഡിലാണ് ടച്ച് ചെയ്യണമെങ്കിൽ, റൈറ്റ് സൈഡിലാണ് ആൾക്ക് സ്ട്രോക്ക് വന്നിരിക്കണമെങ്കിൽ ആൾക്ക് സെൻസേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഹി വോണ്ട് റെസ്പോണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് ഷോൾഡേഴ്സിലും വേണം നല്ല ടാപ്പ് ചെയ്യാനായിട്ട്. എങ്ങനെ നിങ്ങൾ ടാപ്പ് ചെയ്യും? അല്ലെങ്കിൽ തട്ടി വിളിക്കും? ലൈക്ക് നമ്മൾ നോർമൽ കോൺവെർസേഷൻ പോലെ എനിക്ക് ഹി വോണ്ട് അല്ലെങ്കിൽ ഷീ വോണ്ട്. എങ്ങനെ? ഞാൻ യൂഷ്വലി സിസ്റ്റർ കേട്ടും അടുത്തിരിക്കുന്ന കാര്യം ഞാൻ യൂഷ്വലി പറയണ മൻസരത്താഴ് സിനിമ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? അതില് നകുലൻ ഗംഗയുടെ അടുത്ത് ഗംഗെ എന്ന് പറഞ്ഞ അത്രയും ഫോഴ്സിൽ വേണം നമ്മൾ വിളിക്കാനായിട്ട്. അപ്പൊ അത്രയും ലൗഡ്ലി ഷൗട്ട് ചെയ്ത് വേണം വിളിക്കാനായിട്ട്. ഓക്കെ, രണ്ട് ഷോൾഡറിലും ടാപ്പ് ചെയ്ത് ഉറക്കെ വിളിക്കണം. ഇഫ് യു നോ ദ നെയിം ഓഫ് ദ പേഴ്സൺ,
call him or her by name. ഇല്ലാന്നുണ്ടെങ്കിൽ ചേട്ടാ ചേച്ചി how you can address a patient അങ്ങനെ തന്നെ വിളിക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് നോക്കണം? ബ്രീത്തിങ്. നമുക്ക് പൾസ് പറ്റില്ല. പൾസ് ഉണ്ട്, പക്ഷെ യു ഷുഡ് ബി അത്രയും നമ്മൾ എഫിഷ്യന്റ് ആയിരിക്കണം പൾസ് നോക്കാൻ. കയ്യിലെ പൾസ് അല്ല, നമ്മൾ കരോട്ടിഡ് കഴുത്തിലെ പൾസാണ് നോക്കണം. അപ്പൊ അതിന്റെ പൊസിഷൻ അറിയില്ല എന്ന് തന്നെ, അതുകൊണ്ട് നമ്മൾ മെഡിക്കൽ അല്ലാത്തവർക്ക് നമ്മൾ പൾസ് നോക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇതിനൊപ്പം തന്നെ നമ്മൾ ആള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കണ്ടൊപ്പം നമ്മൾ വേറെ എന്തുകൂടെ നോക്കും? ബ്രീത്ത് ചെയ്യണ്ടോ നോക്കും. എങ്ങനെ നോക്കും? ഭയങ്കര സബ്ജക്റ്റീവാ ഇത്, ഭയങ്കര സബ്ജക്റ്റീവാ. ജസ്റ്റ് ഒബ്സർവ് ചെസ്റ്റ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അബ്ഡോമിന്റെ മൂവ്മെന്റ്സ്. അപ്പൊ നമ്മള് തട്ടി വിളിക്കണതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കണ്ണ് എപ്പോഴും ചെസ്റ്റിൽ അല്ലെങ്കിൽ അബ്ഡോമിന്റെ മൂവ്മെന്റ്സ് ഉണ്ടോ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ തട്ടി വിളിക്കുമ്പോൾ ആള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺസ് ഹിസ് ഐസ് അല്ലെങ്കിൽ കൈവൊക്കുക അല്ലെങ്കിൽ തലയനക്ക അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ ആളെ ജസ്റ്റ് ഒന്ന് ചരിച്ചു കിടത്തുക, റിക്കവറി പൊസിഷനിലേക്ക് കിടത്തുക. ഇഫ് ഈസ് നോട്ട് റെസ്പോണ്ടിങ്, അടുത്ത എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളപ്പോ ഹെൽപ്പിനെ വിളിക്കണം. എങ്ങനെ നമ്മൾ ഹെൽപ്പിനെ വിളിക്കാം? ഒന്നല്ലെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്ത് ഹെൽപ്പിനെ വിളിക്കാം. അല്ല, ആരും ഇല്ലാത്തൊരു പ്രദേശമാണ് അല്ലെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂങ്കിൽ ഹൗ വിൽ വി കോൾ ഫോർ ഹെൽപ്പ്? ആംബുലൻസ് വിളിക്കാം. എങ്ങനെ? ഫോണാണ് കറക്റ്റ്. എങ്ങനെ ഫോണിൽ സംസാരിക്കാം? എല്ലാവരുടെ അല്ല, ഫോൺ എല്ലാവരുടെയും ഉണ്ട്, സ്മാർട്ട് ഫോൺ എല്ലാം ഉണ്ട്. പക്ഷെ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചാൽ അവിടുന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും? ഇല്ല. രണ്ടാമത് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾ വരികയാണ്. സോ ലൈക്ക് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നു, നമ്മൾ അടുത്ത ആൾക്ക് പറയുന്നു, വി ആർ ലൂസിങ് ടൈം അഗെയിൻ. സോ കീപ് ദ ഫോൺ ഇൻ സ്പീക്കർ മോഡ്. ഇനി ഫോണിൽ കൂടെ എന്തൊക്കെ പറയും? നമ്മളൊരു ആംബുലൻസിനെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പറയും? നമ്മൾ ആദ്യം നമ്മൾ ആരാന്ന് പറയാം, പിന്നെ നമ്മൾ സിറ്റുവേഷൻ പറയാം, എവിടെയാണ് നമ്മൾ നിൽക്കണേന്നുള്ളത് പറയാം, പിന്നെ ആളുടെ കണ്ടീഷൻ, ഇപ്പൊ എത്ര പേരുണ്ട്, ഈ വിക്ടിംസ് എത്ര പേരുണ്ട്, എന്ത് പറ്റിയതാണ്, ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ പറയാം, എത്ര പേരുണ്ടെന്ന് പറയാം ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അവർ അതിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. അവർ ഇൻസ്ട്രക്ഷൻസ് തരുന്നതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ ഫോൺ ഓക്കെ കോൾ ഡിസ്കണക്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ മാത്രമേ കോൾ ഡിസ്കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ടിൽ ദാറ്റ് ടൈം ഇറ്റ് ഷുഡ് ബി ഇൻ സ്പീക്കർ മോഡ്. ഇത് കേട്ട് വേറെ ആള് വരുവാണെങ്കിലും അയാൾക്കും അറിയാൻ പറ്റും വാട്ട്സ് ഗോയിങ് ഓൺ, എന്താണ് പറയണെന്നുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ആൾക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം നമ്മൾ സേവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് കുറെ എമർജൻസി നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ എമർജൻസി നമ്പേഴ്സ് 108 ആണ്, എമർജൻസി ആംബുലൻസിന്റെ നമ്പർ. പിന്നെ എല്ലാവരുടെയും ഫോണിൽ അവരുടെ ഹോസ്പിറ്റലിലെ നിയർ ബൈ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഹോസ്പിറ്റലിലെ നമ്പർ എല്ലാവരുടെയും ഫോണിൽ സേവ് ചെയ്തേക്കുക. അറ്റ്ലീസ്റ്റ് 108 എങ്കിലും സേവ് ചെയ്ത്. ഇതൊക്കെയാണ് നമ്മുടെ എമർജൻസി നമ്പേഴ്സ്. 100, 101 ഫയർ, 102 ആംബുലൻസ്. ഇപ്പോൾ 108 ആണ് എമർജൻസി ആംബുലൻസിന്റെ നമ്പർ. പിന്നെ നിയർ ബൈ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്പർ സേവ് ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി അവര് പറയാണ് റെസ്പോൺസ് ഒന്നുമില്ല എന്ന് പറയണേ, അവര് പറയാണ് സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെസ്റ്റ് കംപ്രഷൻസ് ചെയ്യും, എത്ര ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കും, എത്ര ടൈമിൽ കൊടുക്കും, എത്ര പ്രാവശ്യം കൊടുക്കും, എങ്ങനെ കൊടുക്കും? ചെസ്റ്റ് കംപ്രഷൻ അപ്പൊ നമ്മൾ സൈറ്റ് അറിയണം അല്ലേ? ചെസ്റ്റ് കംപ്രഷൻ ചെയ്യണമെങ്കിൽ ചെസ്റ്റിന്റെ ഏത് ഭാഗത്ത് നമ്മൾ കംപ്രഷൻ കൊടുക്കണം എന്നറിയണം, എത്ര പ്രാവശ്യം കൊടുക്കണം എന്നറിയണം, എങ്ങനെ കൊടുക്കണം എന്നറിയണം, എത്ര ഡെപ്തിൽ പോകണം എന്നറിയണം ഇല്ലേ? എത്ര പ്രാവശ്യം കൊടുക്കണം, അല്ലെങ്കിൽ എവിടാണ് സൈറ്റ്? ഇതിപ്പം മാനിക്വിൻ ആണ്, ഇതിന്റെ ഏത് സൈറ്റിലാണ് നമ്മൾ കൊടുക്കുക? ആക്ച്വലി നമ്മള് നടുക്കാണ്. കാരണം ചെസ്റ്റിന്റെ ഹാർട്ടിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഒരു പോർഷനാണ് നമ്മൾ ലെഫ്റ്റില് വരുന്നത്, ബാക്കി ഈ സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്താൽ മതി, കാരണം അതാണ് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലം. ഇപ്പൊ ഫീമെയിൽസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഹെഫ്റ്റി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക്
ഈ ഒരു സൈറ്റ് നമുക്ക് ആക്സസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെസ്റ്റിന്റെ മിഡിൽ എവിടെ ആയിട്ടാണ് കൊടുക്കുന്നത്? എവിടെ ആയിട്ടാണ് കൊടുക്കുന്നത്? ഇതിപ്പം ഇവിടെ നിന്ന് നമ്മൾ തൊട്ട് വരാം. തൊട്ട് വന്നു കഴിയുമ്പം നമുക്ക് ഇവിടെ ഒരു ഡിപ്പ് ഉണ്ട്. നമ്മൾ സ്വന്തം ബോഡിയിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിപ്പ് ഉണ്ട്. ആ ഡിപ്പിലാണ് വെക്കേണ്ടത്. അവിടെ യു പ്ലേസ് യുവർ 2 ഫിംഗേഴ്സ്. 2 ഫിംഗേഴ്സ് വെക്കാം. ഇങ്ങനെ വേണം ഫിംഗേഴ്സ് വെക്കാനായിട്ട്. ഇങ്ങനെയല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. ഇതിനോട് പാരലായിട്ട് തന്നെ ഫിംഗേഴ്സ് വെക്കാം. ഇതിൽ സെക്കൻഡ് ഫിംഗർ വരുന്നതിൻ്റെ ഈ പൊസിഷൻ, അതായത് ടുവേർഡ്സ് ഫേസിന്റെ എൻഡിലേക്ക് നമ്മുടെ കൈയിൻ്റെ ഈ പത്തി വെക്കുക. ഇത് വെക്കുക. എന്തിനാ ഈ ഭാഗം വെക്കാൻ പറയാം? വൈ നോട്ട് ഫിംഗേഴ്സ്? നമ്മൾ പ്രഷർ കൊടുക്കാൻ പോലെ നമ്മൾ കംപ്രഷൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ കൈ ഫിംഗേഴ്സ് ആണെങ്കിൽ നമുക്ക് പ്രഷർ അത്രയും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ സോൾ ഓഫ് ദ ഹാൻഡ് വെക്കുക, ഇവിടെ വെക്കുക. ആ ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ സോൾ ഓഫ് ദ ഹാൻഡ് വെക്കുക. ഏതാണോ നമ്മുടെ ഡോമിനന്റ് ഹാൻഡ്, റൈറ്റ് ആകാം ലെഫ്റ്റ് ആകാം, ഡോമിനന്റ് ഹാൻഡ് വേണം താഴെ വരാനായിട്ട്. ആൻഡ് നമ്മൾ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇത് നിന്നല്ല ചെയ്യേണ്ടത്, പേഷ്യന്റെ സൈഡിൽ നമ്മൾ നീൽ ഡൗൺ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആൻഡ് നമ്മുടെ ഹോൾ ബോഡി വെയിറ്റ് ഷുഡ് ബി ഓവർ ദ പേഷ്യന്റ്. ഇതാണ് നമ്മുടെ പൊസിഷൻ വരുന്നത്. ഷോൾഡർ സ്ട്രെയിറ്റ് ആയിരിക്കണം, 90 ഡിഗ്രീസ് ആങ്കിളിൽ വേണം നിൽക്കാനായിട്ട്. എൽബോ ഷുഡ് ബി സ്ട്രെയിറ്റ്. ഈ പോയിന്റിൽ നമ്മൾ സോൾ ഓഫ് ദ ഹാൻഡ് വെക്കുക, മറ്റേ കൈ കൊണ്ടത് ഇന്റർലോക്ക് ചെയ്യുക. ഇന്റർലോക്ക് ചെയ്തിട്ട് എത്ര കംപ്രഷൻസ് കൊടുക്കും അറ്റ് എ ടൈം? ഒരു മിനിറ്റിൽ. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന റേറ്റ് 72 അല്ലേ? 72. 72 കുറച്ച് കൊടുക്കണോ കൂടുതൽ കൊടുക്കണോ? ഹാർട്ട് നിന്നിരിക്കുക, കൂടുതൽ കൊടുക്കണം അല്ലേ? അപ്പൊ അറൌണ്ട് 120 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ, 120 to 150 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. ദിസ് ഇസ് എ പൊസിഷൻ. ഇങ്ങനെ വേണം. എത്ര സെന്റിമീറ്റർ ഉള്ളിലേക്ക് പോകണം? ചെസ്റ്റ് ഉള്ളിലേക്ക് ഒരു 5 സെന്റിമീറ്റേഴ്സ് ഡെപ്ത് ഉള്ളിലേക്ക് പോകണം. നോട്ട് മോർ ദാൻ 6 സെന്റിമീറ്റർ. അത് നമ്മൾ കൊടുത്തതിന് ശേഷം തിരിച്ചു പൊങ്ങി വരുന്നുണ്ടോന്നും കൂടെ നമ്മൾ നോക്കണം. ഇനി ഇതിന്റെ ഏത് റേറ്റിൽ വേണം കൊടുക്കാനായിട്ട്? 1 2 3 ഇങ്ങനെയാണോ? 1 2 3 4 5 എന്നാണോ? 1 2 3 4 5 6 ഇങ്ങനെയാണോ കൊടുക്കാനായിട്ട്? ഏറ്റവും ലാസ്റ്റ് പറഞ്ഞാൽ ഒത്തിരി ഫാസ്റ്റ് ആവരുത്, കാരണം കംപ്രഷൻസ് ഇഫക്റ്റീവ് ആയിട്ട് പോകത്തില്ല. സ്ലോ ആയി കഴിഞ്ഞാലും കംപ്രഷൻസ് ഇഫക്റ്റീവ് ആകത്തില്ല. 1 2 3 4 5 6 7 8 9 ടിൽ എത്ര വരെ കൊടുക്കാം? എത്ര? 120 compressions. 120 beats per minute. 30 compressions. റേറ്റ് ഇതാണ്. 120 പോണം. ഒരു മിനിറ്റിൽ നമ്മൾ 30 കംപ്രഷൻസ് വെച്ചിട്ട് 5 സൈക്കിളാണ് പോണത്. ഇത് 30 കംപ്രഷൻസ് കഴിയുമ്പോൾ നമ്മൾ ആളുടെ റെസ്പോൺസ് ഒന്ന് നോക്കും. അതിനാണ് നമ്മൾ 5 സൈക്കിളിൽ 30 കംപ്രഷൻസ് കഴിയുമ്പോൾ നമ്മൾ റെസ്പോൺസ് നോക്കും. നേരത്തെ ഞാൻ CPR എന്നുള്ളതിൽ 30 ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 ബ്രെത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ ബ്രെത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല, കാരണം ഒത്തിരി എയർബോൺ ഇൻഫെക്ഷൻസും കോവിഡിന്റെ ഒക്കെ സിനാറിയോയില് വി ഡോണ്ട് അഡ്വൈസ് ബ്രെത്ത്. അപ്പൊ നമ്മൾ അതിനാണ് മോഡിഫൈ ചെയ്തത്. മറ്റേതാകുമ്പോൾ ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് മാസ്കും വെന്റിലേഷനും വെന്റിലേറ്റർ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ലേക്ക് പേഴ്സന്റെ അത് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന, ഇഫ് യു വോണ്ട് ടു ഗിവ് എന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ചെറിയ മാസ്ക്, ഹാൻഡ് ഹെൽഡ് മാസ്ക് വാങ്ങിക്കാൻ കിട്ടും, ആമസോണിലൊക്കെ അവൈലബിൾ. അത് വെച്ചിട്ട് നമുക്ക് ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ് യു ക്യാൻ ഡു ദാറ്റ്. അല്ലെങ്കിൽ ടവലിൽ ഒരു ഹോൾ ഇട്ടിട്ട് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ 30 കംപ്രഷൻസ് നമ്മൾ കംപ്രഷൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ ഹാർട്ടിനെ റിവൈവ് ചെയ്യാനാണ്. ഹാർട്ട് പമ്പിങ് തുടങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് ബാക്കി ഓർഗൻസ് ഫങ്ഷനിങ് ആവത്തുള്ളൂ. അപ്പം കൈ വെക്കുക, 1 2 3 4 5 6 7 till 30 compressions. പിന്നെ 30 compressions കഴിയുമ്പോൾ ആള് റെസ്പോൺസ് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ദ കംപ്രഷൻസ് ടിൽ 150 ആണ് വരെ. മിനിമം ഒരു മിനിറ്റിൽ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കാൺ ടേക്ക് മച്ച് ടൈം. 5 സൈക്കിൾസ് ആണ് ഒരു ഇത് പോണ്ടത്, അറ്റ് എ സ്ട്രെച്ച് പോണ്ടത്. 30 കംപ്രഷൻസിന്റെ 5 സൈക്കിൾസ്. ഇഫക്റ്റീവ് ചെസ്റ്റ് കംപ്രഷൻ ഇഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും നീൽ ഡൗൺ പൊസിഷനിൽ പേഷ്യന്റ് അതേ പൊസിഷനിൽ തന്നെ നിൽക്കണം. സൈറ്റ് ഐഡന്റിഫൈ ചെയ്യുക. സൈറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട്
ഇതാണ് നമ്മുടെ പൊസിഷൻ വരുന്നത്. ഹോൾ ബോഡി വെയിറ്റ് അതിൻ്റെ, കാരണം ചിലപ്പോൾ കുട്ടികളല്ല, ചിലപ്പോൾ ഒരു വലിയ ആളായിരിക്കും, ഒരു 60-70 kg വെയിറ്റുള്ള ഒരാളുടെ പുറത്ത് നമ്മൾ വെറുതെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്രഷൻസ് ഇഫക്റ്റീവ് ആകത്തില്ല. സോ നമ്മുടെ ഹോൾ ബോഡി വെയിറ്റ് ഷുഡ് ബി ഓവർ ദ പേഷ്യൻറ്റ്. എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കണം, ഷോൾഡേഴ്സ് എബോവ് ദ വിക്ടിംസ് ചെസ്റ്റ്, ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്യണം. പിന്നെ ഈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്തു, ഒരു പ്രാവശ്യം ഇവിടെ ചെയ്തു, പിന്നെ കൈ പൊക്കി ഇപ്പുറത്തേക്ക് വരരുത്. ഇത് വെക്കുമ്പോൾ അത് ഫിക്സ്ഡ് ആയിട്ട് തന്നെ അവിടെ വെക്കണം, അനങ്ങരുത്. പിന്നെ 1 2 3 4 ഇങ്ങനെ തന്നെ പോകണം. ചിലപ്പം എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ ആദ്യം ഇവിടെ ഞെക്കും, പിന്നെ കൈ ഇങ്ങോട്ട് നീങ്ങിപ്പോവും, പിന്നെ അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ സിനിമയിൽ സ്ഥിരം കാണുന്നതാണ് ഈ ഒരു രീതിയിലുള്ള കംപ്രഷൻസ്. എൽബോ ബെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വേദന എടുക്കും. അപ്പൊ കംപ്രഷൻസ് ഇഫക്റ്റീവ് ആയിട്ട് പോകത്തില്ല. 150 നമ്മൾ കൊടുക്കാനും പറ്റത്തില്ല നമുക്ക്. അപ്പൊ അത് 5 centimeters എങ്കിലും താഴേക്ക് പോകണം, നോട്ട് മോർ ദാൻ 6 centimeters. ഒരു മിനിറ്റിൽ 120. അല്ല, നമുക്കത് കംപ്രഷന്റെ ആ ഒരു താഴേക്ക് പോകുന്ന അറിയാൻ പറ്റും, അതിൽ കൂടുതൽ പോകത്തില്ല അത്. അല്ലെ പിന്നെ നമ്മള് ഫുൾ അത്ര എഫേർട്ട് ഇട്ട് വന്നു കഴിഞ്ഞാലേ ഉള്ളൂ. കുട്ടികളുടെ വ്യത്യാസമുണ്ട്, പൊസിഷൻ വ്യത്യാസമുണ്ട്. ഇതിപ്പോ അഡൽസിന്റെ പറയണം, അതുകൊണ്ട് കുട്ടികളുടെ. ഇപ്പൊ ഓരോ പ്രാവശ്യം നമ്മള് ഇത് താന്ന് മുകളിലേക്ക് വരും, അത് നമുക്കൊരു റീകോയിൽ കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ഇതിന്, അത് നമ്മൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനെ ഇത് ഉറക്ക എണ്ണണം. എന്തിനാ ഉറക്ക എണ്ണണം? മീൻസ് ഇപ്പൊ 1 2 3 4 5 എന്ന് പറയുന്നത് ഉറക്ക എണ്ണണം. നമ്മളൊരാൾ ഒന്നാമത് നമുക്ക് ഇത്, പിന്നെ ഒരാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മുടെ എവിടെ എത്തി നിൽക്കണം എന്നുള്ളതും കൂടെ അവർക്ക് അറിയണം. ഇപ്പൊ 2 പേരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5 cycles അല്ലെങ്കിൽ 120 150 കഴിയുമ്പോൾ can interchange, അടുത്ത ആൾക്ക് വന്ന് ചെയ്യാം. അപ്പൊ അടുത്ത ആൾ, ഇപ്പൊ ഞാൻ ഈ സൈഡിലാണ് നിൽക്കണം, അടുത്ത ആൾ ഈ സൈഡിലേക്ക് തന്നെ വരണമെന്നില്ല, ആ സൈഡിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, 30 compressions ആണ് ഒരു സെറ്റില്. ഉറക്കെ ചാൻഡ് ലൗഡ്ലി, മെയിൻറ്റെയിൻ. ഒത്തിരി സ്പീഡും ആവരുത്, ഒത്തിരി സ്ലോ ആവരുത്. ഒത്തിരി സ്പീഡ് ആയി കഴിഞ്ഞാലും കംപ്രഷൻസ് ഇഫക്റ്റീവ് ആയിട്ട് പോകത്തില്ല, ഒത്തിരി സ്ലോ ആയാലും കംപ്രഷൻസ് ഇഫക്റ്റീവ് ആയിട്ട് പോവില്ല. ആൻഡ് ഇഫ് മോർ ദാൻ one person, interchange every 5 cycles. അതിൻ്റെ ഒരു ബേസിക് അൽഗോറിതം തന്നെയാണ്. ഇനി ഒരു 5 cycles കഴിയുമ്പോൾ, 30 compressionsന്റെ 5 cycles കഴിയുമ്പോൾ ചെക്ക് ഫോർ റെസ്പോൺസ്. എന്തായിരിക്കും റെസ്പോൺസ് നോക്കണ്ടേ? അപ്പം സെയിം തന്നെ, ലൈക്ക് അയാൾ കോൺഷ്യസ് ആയോ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തോ, ചുമച്ചോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എത്ര ടൈം എടുക്കാം നമുക്ക് റെസ്പോൺസ് ചെക്ക് ചെയ്യാനായിട്ട്? നമുക്ക് ആകെ 7 minutes ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ചെയ്യണം, കംപ്രഷൻസ് ചെയ്യണം, റെസ്പോൺസ് നോക്കണം. സോ യു ക്യാൻ ടേക്ക് 5 seconds ബട്ട് നോട്ട് മോർ ദാൻ 10 seconds. 10 secondsനുള്ളിൽ ആൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, 5 seconds നോക്കി ആൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, റീസ്റ്റാർട്ട് ചെയ്യുക. എത്ര നേരം വരെ കംപ്രഷൻസ് കണ്ടിന്യൂ ചെയ്യും? ടിൽ ഈ കോൾസ് എത്ര നേരം കണ്ടിന്യൂ ചെയ്യും? ഒന്ന് നമ്മൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് വരണ വരെ, അല്ലെങ്കിൽ ആള് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങണ വരെ. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ടയേർഡ്, എനിക്കിനി ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ദർ. പിന്നെ സേഫ് പ്ലേസ് അൺസേഫ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഇനി എപ്പോ ചെയ്യണ്ട, ഇതിപ്പോ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എപ്പോ ചെയ്യണ്ട? ഓൾറെഡി ഡെഡ് ആയെങ്കിൽ നമ്മൾ അതിൽ ചെയ്തിട്ട് കാര്യമില്ല, അൺസേഫ് പ്ലേസ് ആണെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. ആള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ദർ ഇസ് നോ നീഡ് ഓഫ് എ കോൾസ്. ചെയ്യാം. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ അതിൻ്റെ ഒപ്പം കണ്ടിന്യൂ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതാണ് ലാറ്ററൽ പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ആളെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ ജസ്റ്റ് ചരിച്ചു കിടത്തണം. എന്തിനാ ചരിച്ചു കിടത്താൻ പറയുന്നത്? അതിന് എന്തെങ്കിലും റോളുണ്ടോ? നേരെ തന്നെ കിടത്തിയാൽ പോരെ? നമുക്ക് അറിയില്ല അയാൾ അൺകോൺഷ്യസ് ആയതിന്റെ റീസൺ എന്താണ്. ചിലപ്പോൾ ചോക്കിംഗ് ആകാം, അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ കോൺഷ്യസ് ആയി വരുമ്പോൾ കോഫ് ഔട്ട് ചെയ്യാം, വോമിറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ ആ വോമിറ്റേഴ്സ് മുഴുവൻ ചോക്കിംഗ് വരും, ലങ്സിലേക്ക് പോകും, അപ്പൊ ഇരട്ടി പണിയാം. അപ്പൊ ചരിച്ചു കടത്തി കഴിഞ്ഞാൽ വാട്ട് എവർ സെക്രീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പുറത്തേക്ക് പോയിക്കോളും. കിടത്തുമ്പം സൈഡ് ചരിച്ചു കടത്തി താഴെയുള്ള കാല് സ്ട്രെയിറ്റ് ആയിട്ട്, മുകളിലുള്ള കാല് മടക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ഒരു കൈ ഇങ്ങനെ വേണം വെക്കാൻ. നമ്മൾ സാധാരണ ചരിഞ്ഞു കിടന്ന് ഉറങ്ങണ ഒരു പൊസിഷൻ.
ഇനി why are we giving so much importance to calls? കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സും സാധനങ്ങളെല്ലാം വേണം. കോൾസിന് നമ്മൾ മാത്രം മതി, നമ്മുടെ കൈ മതി, പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ്. ആൻഡ് ബ്രീത്തിങ് നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് ഫങ്ഷനിങ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി ഓർഗൻസ് എല്ലാം നോർമലി ഇറ്റ് സ്റ്റാർട്ട് ഫങ്ഷനിങ്. അപ്പം പിന്നെ ഇതിന് വേറെ ആർക്കും എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യും. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ സീഷേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ആ സാധനം ചെയ്യാം. ഹോസ്പിറ്റലിലേക്ക് തന്നെ എടുത്തുകൊണ്ട് പോകണം. ഇപ്പൊ വീട്ടിൽ വെച്ചാണെങ്കിൽ വീട്ടിൽ വെച്ചിട്ടായാലും ചെയ്യാം. ഇപ്പൊ വർക്ക് പ്ലേസിലാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്ക് AED എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ഇലക്ട്രിക് ഡിഫിബ്രിലേറ്റർ, ഷോക്ക് അടിപ്പിക്കുന്ന സാധനങ്ങൾ ചെറിയ ഹാൻഡ് ഹെൽഡ് ഉണ്ട്. നമ്മുടെ മെട്രോ സ്റ്റേഷൻസിലും എയർപോർട്ടിലെല്ലാം ഇതുണ്ട്. ആ സാധനം അങ്ങനത്തെ വലിയ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കൈ കൊണ്ട് മാത്രം ചെയ്ത ഈ സാധനം നമുക്ക് ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ഇത് അഡിക്വേറ്റ് ആണെന്നില്ല, പക്ഷെ എത്രയും നേരത്തെ നമ്മൾ ഹാർട്ട് കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു, സർവൈവലിന്റെ ചാൻസ് വിൽ ബി ബെറ്റർ. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് CPRindia.in എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് കിട്ടും. വീഡിയോസ് എല്ലാം യൂട്യൂബിലും അവൈലബിൾ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഒരു ക്ലാസ് ചോക്കിംഗ് ഉണ്ട്, പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡിന്റെയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹാൻഡ്സ് ഓൺ ചെയ്തു. സോ ഇത്ര നട്ട്ഷെൽ ഇതാണ്. വെൻ യു ഫൈൻഡ് എ പേഴ്സൺ അൺകോൺഷ്യസ് അല്ലെങ്കിൽ ലൈങ് അൺകോൺഷ്യസ് ആയിട്ട് കാണുവാണെങ്കിൽ ഫസ്റ്റ് എൻഷുർ ദാറ്റ് ദ സീൻ ഇസ് സേഫ്. ഇഫ് നോട്ട് സേഫ്, ഷിഫ്റ്റ് ഹിം ടു എ സേഫ് പ്ലേസ്, ഹിം ഓർ ഹർ. സെക്കൻഡ് ഇസ് റെസ്പോൺസ് നോക്കുക. റെസ്പോൺസ് നോക്കാനായിട്ട് 2 ഷോൾഡറിലും തട്ടി ഉറക്ക വിളിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഐസ്, അയാളുടെ അബ്ഡോമൻ അല്ലെങ്കിൽ ചെസ്റ്റിന്റെ മൂവ്മെന്റ്സ്, അയാൾ ബ്രീത്ത് ചെയ്യണ്ടോ എന്ന് നോക്കുക. ഇഫ് ഹി ഈസ് റെസ്പോണ്ടിങ് ജസ്റ്റ് ഒന്ന് ചരിച്ചു കിടത്താൽ ജസ്റ്റ് ഒബ്സർവ് ടിൽ മെഡിക്കൽ ഹെൽപ്പ് കിട്ടണ വരെ. ഇഫ് ഹി ഈസ് നോട്ട് റെസ്പോണ്ടിങ്, കോൾ ഫോർ ഹെൽപ്പ് ആണ് അടുത്ത സ്റ്റെപ്പ്. കോൾ ഫോർ ഹെൽപ്പിൽ നമ്മുടെ എമർജൻസി നമ്പർ ഏതാണോ ആ എമർജൻസി നമ്പറിൽ നമ്മൾ വിളിക്കുക. ആൻഡ് കീപ് ദ ഫോൺ ഇൻ സ്പീക്കർ മോഡ് സോ ദാറ്റ് ആർക്കെങ്കിലും വേറെ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് കേൾക്കാനും പറ്റും, മാത്രമല്ല നമ്മുടെ കൈ ഫ്രീ ആയിരിക്കും ആളെ ചെയ്യാനായിട്ട്. ആൻഡ് ഇഫ് ദേ സേ ദാറ്റ് യു സ്റ്റാർട്ട് ചെസ്റ്റ് കംപ്രഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ദ ചെസ്റ്റ് കംപ്രഷൻ, സൈറ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഇനി ഒത്തിരി ഹെഫ്റ്റി ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് ഇങ്ങനെ ഒരു ഡിപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെസ്റ്റിനെ നടുക്ക് കൊണ്ട് വെച്ചാൽ മതി. ആൻഡ് സോൾ ഓഫ് ദ പാം വെച്ചിട്ട് സൈറ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഡോമിനന്റ് ഹാൻഡ് താഴെ വെക്കുക, മറ്റേ കൈൻ്റെ മീതെ വെച്ച് ഇന്റർലോക്ക് ചെയ്യുക. സ്റ്റാർട്ട് കംപ്രഷൻസ്. ഉറക്ക എണ്ണ 1 2 3 till 30. 5 സൈക്കിൾസ് ആണ്. 30 കംപ്രഷൻസിന്റെ 5 സൈക്കിൾസ്. അത് കഴിയുമ്പോൾ റെസ്പോൺസ് നോക്കുക. റെസ്പോൺസ് നോക്കാൻ യു ക്യാൻ ടേക്ക് ഓൺലി മാക്സിമം ഓഫ് 10 minutes, 10 seconds, not more than 10 seconds. ഇപ്പൊ കൂടെ ഒരാളുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ എവറി 5 സൈക്കിൾസ് കഴിയുമ്പോൾ ഇന്റർചേഞ്ച് ദ സൈക്കിൾ. ആൻഡ് കണ്ടിന്യൂ ടിൽ യു ആർ എക്സോസ്റ്റഡ്. പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നവരെ കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു. So, good evening. And thank you for, especially I thank for the management for giving us such like invitation or what should I say? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി. ബിക്കോസ് എല്ലാവരിലേക്കും ഇങ്ങനെ ഒരു അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അതൊരു ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന നിലയിലാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി പോകുക എന്നുള്ളതാണ്. അപ്പം നമുക്കിപ്പോൾ ആൾക്കാർ ഞങ്ങൾ പോരണ വഴിക്ക് സംസാരിക്കായിരുന്നു, ഇപ്പോൾ കുറച്ച് ക്ലാസ് കുറഞ്ഞിരിക്കുവാണല്ലോ എന്ന്. ലാസ്റ്റ് ഇയർ വി വെയർ ഹാവിങ് ലൈക്ക് ഒരു മാസത്തിൽ തന്നെ പല ക്ലാസ്സുകളും, എസ്പെഷ്യലി സ്കൂൾ കുട്ടികൾക്കൊക്കെ കുറച്ച് കൂടുതൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് കുറയാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് എനിവേ ഫോർ നിങ്ങളെ പോലെയുള്ള ഒരു ഗ്രൂപ്പിന് ഐ തിങ്ക് ഇറ്റ്സ് എന്തായാലും നല്ലൊരു കാര്യമാണ്. മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടി ക്ലാസ് കേട്ട് ഈ തിയേറ്ററിൽ തന്നെ ഇത് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക്
ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം ഫോർ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അത് വേസ്റ്റ് ഓഫ് ടൈമായിട്ട് ചിന്തിക്കണം. എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഇതിനകത്തുനിന്ന് ഉണ്ടാകണം. എന്തെങ്കിലും നിങ്ങളൊന്ന് ആക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ ഐ തിങ്ക് ഞങ്ങൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും. ഇത്ര നേരം ഞാൻ മാഡം പറഞ്ഞു സിസ്റ്റർ ഷീല കാർമൽ ഹോസ്പിറ്റലിൽ കുറച്ച് ആൾക്കാർക്ക് എങ്ങനെ മയക്കി ഇങ്ങനെ ജീവിക്കുകയാണ്. സോ കുറച്ച് ഇപ്പം എന്തായാലും നിങ്ങളെ മയക്കാനൊന്നും പോകുന്നില്ല. ഇത്ര നേരം നിങ്ങൾ ഇങ്ങനെ കേട്ടിരുന്ന് ബോറടിച്ചിട്ടുണ്ടാകും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പിള്ളേരെയൊക്കെ പറ്റിക്കാനായിട്ട് ഞങ്ങൾ ചെറിയ വീഡിയോ ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. Just see what's happening over there and then from there to the class. വന്നില്ലേ? I think we have to close. Wait. മറ്റേത് നിർത്തിയിട്ട് വേണമായിരുന്നു. ക്ലോസ് ചെയ്തിട്ടാണ് അതെ ഇവിടെ ക്ലോസ് ചെയ്ത്. Oh, hey, Scott. Hey, Sam, how you doing? I'm looking forward to a few days of not being on call. I didn't think you ever needed rest. Oh, I'm not resting. I've got my whole family coming into town this weekend, and they're expecting me to provide the entertainment. What's wrong? I think he's choking. Are you choking? I'm going to help you. Sit down. Choking occurs when food or other items block a person's airway. In severe airway obstructions, the victim usually will have signs of poor air exchange and breathing difficulty, such as a silent cough, cyanosis or turning blue, and an inability to speak or breathe. The adult or older child may clutch the neck with both hands, making the universal choking sign. This is a signal to ask if the victim is choking. If the victim nods that he or she is choking and cannot talk, you must act. In a standing or kneeling victim, you'll perform an abdominal thrust, often referred to as the Heimlich maneuver. Stand or kneel behind the victim and place your arms around the victim's waist. With one hand, locate the navel. Then make a fist with the other hand. Place the thumb side of your fist against the victim's abdomen, just above the navel and below the breastbone. Grasp your fist with your other hand and press your fist into the victim's abdomen with a quick, forceful upward thrust. Repeat thrusts until the object is expelled from the airway or the victim becomes unresponsive. If the victim is too large for you to wrap your arms around the waist, pregnant or overweight, for example, wrap your arms around the victim's chest and do chest thrusts instead of abdominal thrusts. If your attempts to relieve choking in an adult or child are unsuccessful, or the victim becomes unresponsive, send someone to activate the emergency response system. Perform CPR using the CAB sequence with one exception. Each time you open the airway to give breaths, look for the obstructing object in the back of the throat. If you see an object that can be easily removed, carefully remove it, but do not perform a blind finger sweep as the object may become lodged further back in the airway. Choking is also a fairly common emergency among infants. The steps to relieving choking in an infant are quite different than those for older children and adults. If you find an infant choking and they are responsive, first sit or kneel with the infant in your lap. Hold the infant face down with the head slightly lower than the chest, resting on your forearm. Support the head and jaw with your hand. Avoid compressing the soft tissues of the infant's throat. Rest your forearm on your thigh to provide support. Deliver up to 5 back slaps forcefully between the infant's shoulder blades using the heel of your hand. Deliver each slap with sufficient force to attempt to remove the foreign body. Then place your free hand on the infant's back, supporting the head with the palm of your hand.
This will cradle the infant between your two forearms as you turn the infant over while carefully supporting the head and neck. Keep the infant's head lower than the chest and deliver up to 5 quick downward chest thrusts the same way you perform compressions, just below the nipple line, over the lower half of the breastbone. Do this at a rate of about 1 per second. Repeat the sequence of 5 back slaps and 5 chest thrusts until the object is removed or the infant becomes unresponsive. വീഡിയോയിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ സംഭവം. സോ മാഡം, ഡോക്ടർ അനിത ക്ലാസ് എടുത്തപ്പോൾ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സിന് റീസൺസ് പറഞ്ഞതിൽ ഒരെണ്ണം ഏതായിരുന്നു? ചോക്കിംഗ് ആയിരുന്നു. സോ ചോക്കിംഗ് നമ്മൾ പറയാൻ കാരണം, എസ്പെഷ്യലി അത് മാത്രം എടുത്ത് ഒന്നും കൂടി പറയുന്നതിൻ്റെ കാരണം, ഡേ ടു ഡേ ലൈഫ് നമ്മൾ എല്ലാവരും ഒരു മൈൽഡ് ഡിഗ്രി ഓഫ് ചോക്കിംഗ് ഫേസ് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ കുട്ടികളിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വി ഓൾസോൾസ് മസ്റ്റ് ഹാവ് ലൈക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇത് എങ്ങനെയാണെന്നുള്ളത്. സോ ഈ ചോക്കിംഗ് തന്നെ ഒരു എന്താ പറയുക, ഇൻകംപ്ലീറ്റ് ആൻഡ് ദെൻ കംപ്ലീറ്റ്, അങ്ങനെ അല്ലെങ്കിൽ മൈൽഡ് ഡിഗ്രി അല്ലെങ്കിൽ സിവിയർ, അങ്ങനെ പല ഗ്രേഡിലുണ്ട് ചോക്കിംഗ്. സോ ഓരോ ഗ്രേഡ് അനുസരിച്ച് നമുക്ക് വി ഹാവ് ടു ലൈക്ക് അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. നമ്മൾ ഇതിനകത്ത് അവർ ഒരു ചെറിയ ഡിഗ്രിയിലുള്ളത്, ഏകദേശം ഒരു ചെറിയ ഡിഗ്രി, ബട്ട് ദേ വാസ് മെഡിക്കൽ പീപ്പിൾ വെയർ ദർ അറൌണ്ട് ദ റെസ്റ്റോറൻറ്റ്, സോ ദേ കുഡ് സേവ് ദ ബോയ്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മളൊരു എന്താ പറയുക സെഷൻ കാണിച്ചപ്പോൾ ലേറ്റർ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഈ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആകുന്ന സ്റ്റേറ്റിലേക്ക് വരാം. ദെൻ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ എന്താ പറയുക എമർജൻസി ലൈഫ് സപ്പോർട്ടിൻ്റെ സ്റ്റേജസ് വഴി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സോ വിൽ മൂവ് ഓൺ ടു സോ ഡേ ടു ഡേ ലൈഫിലേക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം പറയുമ്പോൾ, വാട്ട് എക്സാക്ട്ലി യു മീൻ ബൈ ചോക്കിംഗ്? മാഡം ചെറുതായിട്ടാണെങ്കിലും നമ്മളോട് പറഞ്ഞു. നോട്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥം മാത്രമായിരിക്കണമെന്നില്ല, എന്തെങ്കിലും സംഭവം നമ്മളുടെ എയർ പാസേജിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, മോസ്റ്റ്ലി അപ്പർ എയർവേയിൽ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാനും തടസ്സം ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കോഫ് വഴിയായിട്ടായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്. ചിലർ എന്താ പറയുക കുറച്ചും കൂടി ഒരു ലേറ്റർ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കളറൊക്കെ ചേഞ്ചസ് വരും, ബ്ലൂയിഷ് ആയിട്ട് മാറും. പിന്നെ ലേറ്റർ ആള് അൺകോൺഷ്യസ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ പെട്ടെന്ന് തന്നെ ആളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് ചോക്കിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈവൻ മരണത്തിലേക്ക് തന്നെയും ഈ ചോക്കിങ് നയിക്കാറുണ്ട്. നമ്മൾ ഈ അടുത്തല്ല, ഐ തിങ്ക് 2 years ബാക്ക് എറണാകുളത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഐ തിങ്ക് അറൌണ്ട് 17 or 16 year old ഗേൾ കൊളാപ്സ് ആൻഡ് മരിക്കുക തന്നെ ചെയ്തു. ഐ തിങ്ക് പാരൻസ് ഡോക്ടേഴ്സ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ ദേ കുഡിൻറ്റ് സേവ് ദ ചൈൽഡ്. സോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അവയർനെസ് കുറച്ചും കൂടി ക്രൂഷ്യലായിട്ട് ചിന്തിച്ച് ഇങ്ങനെ പോകുന്നത്. സോ ഈ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു ഡേ ടു ഡേ ലൈഫിൽ നമ്മളിത് ഫേസ് ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഓൾമോസ്റ്റ് നന്നായിട്ട് ടയേർഡായി എക്സോസ്റ്റഡ് ആയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് എന്ത് ചെയ്യും, ഒരൊറ്റ വിഴുങ്ങലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ചോക്കിങ്. സോ അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ദി അതർ തിങ്, ഇന്നത്തെ പ്രശ്നം എല്ലാ കുട്ടികളും ഇത് മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും സംഭവത്തിൽ നോക്കിയിരുന്ന അല്ലെങ്കിൽ ടി വി നോക്കിയിരുന്നിട്ട് അശ്രദ്ധമായിട്ട് കഴിക്കുക. ദാറ്റ് ഈസ് അനദർ തിങ്. പിള്ളേർ പ്രത്യേകിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. വേറൊന്ന്, രാവിലെ ഒരു പണ്ടൊക്കെ നമ്മൾ 5 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വി ഹാവ് ഇനഫ് ടൈം ഫോർ ബാത്ത്, ഇനഫ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, എവറിത്തിങ്. ബട്ട് ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് എപ്പോഴാണ്? ഓഫീസ് ടൈം 9 ആണെങ്കിൽ 8:30 വി ജസ്റ്റ് ഗെറ്റ് അപ്പ്, ദെൻ കുളിക്കാൻ ഓടുന്നു, അങ്ങനെ ഓടുന്നു. പക്ഷെ എന്തെങ്കിലും കഴിക്കാതെ പോരാൻ പറ്റാത്തതുകൊണ്ട് ഒരു തട്ടിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും എന്തുണ്ടാക്കും,
ഈ പറയുന്ന ചോക്കിങ്ങിനൊക്കെ സാധ്യതകളുണ്ട്. പിന്നെ വേറൊന്നുള്ളത് അമ്മമാർ എന്തെങ്കിലും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടിച്ചു പിടിച്ചിട്ട് വേറെ വർക്കൊക്കെ ചെയ്യുക. സോ അറിയാതെ തന്നെ ചിലപ്പോൾ അതൊന്ന് വിഴുങ്ങി പോകാനായിട്ടുള്ള സാധ്യതകൾ. അങ്ങനെ കുറേ അധികം. പിന്നെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേറൊന്ന്, നമ്മൾ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നേരെ നമ്മുടെ എയർ പാസേജിലേക്ക് പോകാനും ബ്ലോക്ക് ആവാനും അത് തന്നെ മരണത്തിന് കാരണമാകാനും സാധ്യതകളുണ്ട്. ലഘുവായ ചോക്കിങ് അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞു മൈൽഡ് ഡിഗ്രി അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ചെറിയ രീതിയിലുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ വരുമ്പോൾ അവരൊന്ന് ചുമയ്ക്കാനൊക്കെ ശ്രമിക്കും, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ചുമയ്ക്കുകയാണെങ്കിൽ വി ഷുഡ് എൻകറേജ് ദം ടു കോഫ് ഔട്ട്. കോഫിനെ എൻകറേജ് ചെയ്യുക. അല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക, കുറേ വെള്ളം കുടിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ പഴം കഴിക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു ഉരുള ചോറ് കൊടുക്കുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റായ രീതിയിലാണ്, കൂടുതൽ വേഴ്സൺ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഇഫ് അറ്റ് ഓൾ ഇഫ് എ പേഴ്സൺ ഈസ് ഏബിൾ ടു കോഫ് then encourage that person to cough out. സോ അങ്ങനെ വരുമ്പോൾ ചെറിയ ചോക്കിംഗ് ഒക്കെ ആണെങ്കിൽ അത് റിലീവ്ഡ് ആയിക്കോളും. ഇല്ല അല്ലെങ്കിൽ വെള്ളം ഈ പഴം കൊടുക്കുന്ന കാര്യമൊക്കെ വേണ്ടെന്ന് വെക്കുക തന്നെ വേണം. പിന്നെ ഗുരുതരമായ ചോക്കിങ്ങിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ കഴുത്തിൽ, ഞാൻ നേരത്തെ നമ്മൾ മറ്റേ വീഡിയോയിലും കണ്ടു, ആ കുട്ടി ഇനീഷ്യലി എന്ത് ചെയ്ത്, ദിസ് ഈസ് ദ യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിങ്. ഇഫ് ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചോക്കിംഗ് എന്നുണ്ടാകുന്ന അവർ പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന ദിസ് ഈസ് ദ യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ് എന്ന് പറയും. അപ്പം അങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഹീ ഈസ് ഹാവിങ് സം ഡിഫിക്കൽട്ടി എന്നുള്ളത് നമ്മൾ ഓൺ ലുക്കേഴ്സ് ഷുഡ് സെൻസ് ഇറ്റ്. ഇപ്പം നിങ്ങളാണെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന്, സോ അത് സെൻസ് ചെയ്യാനും പെട്ടെന്ന് ആക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ അത് ഇനീഷ്യലി അങ്ങനെ വന്നത്, ചിലർ പെട്ടെന്ന് സംസാരിക്കാൻ ശ്രമിക്കും, ബട്ട് വോയിസ് പുറത്തേക്ക് വരാത്ത അവസ്ഥ. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഡിഗ്രി കൂടി കഴിയുമ്പോഴാണ് ആള് നീല നിറമാകുന്നു, ലേറ്റർ അബോധാവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. സോ ദിസ് ഈസ് യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ്. നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ അതാണ് ശരിക്കും ഹിംലിക്സ് മാനുവർ എന്ന് പറയും. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചോക്കിംഗ് ഉണ്ടായാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്. ആരെങ്കിലും ഒന്ന് വോളണ്ടിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെയ്യാമായിരുന്നു. അതല്ലാതെ ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് യു വിൽ ഗെറ്റ് ഇറ്റ് പ്രോപ്പർലി. കുറച്ചും കൂടി എന്നെക്കാളും ഹൈറ്റ് കുറച്ചുള്ള ആളാണെങ്കിൽ ബെറ്റർ. തിങ്ക് യു ക്യാൻ കം പ്ലീസ്. സോ ചോക്കിംഗ് ഉള്ള ആളുടെ അടുത്ത് ഓടി ചെന്നിട്ട് ഇയാളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പേടിച്ചു പോവോ? സോ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. സോ ഒരാൾ ചോക്കിംഗ് ഉള്ള ആൾ ആദ്യം തന്നെ റീഅഷ്യൂർ ചെയ്യുക, യു ആർ ഗോയിങ് ടു ബി ഓൾ റൈറ്റ്, ഡോണ്ട് വറി, ഐ ആം ഗോയിങ് ടു ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് അയാളെ ഒന്ന് റീഅഷ്യൂർ ചെയ്യുക, പ്രോമിസ് ചെയ്യുക, വാട്ട് എവർ ബി നമ്മൾക്ക് പറ്റുന്ന ലാംഗ്വേജിൽ. ദെൻ നെക്സ്റ്റ് ഈസ് ലൈക്ക് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതും കൂടി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. 1 hour എക്സ്പ്ലനേഷൻ കഴിഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അയാൾ ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. സോ ഡോണ്ട് ടേക്ക് സോ മച്ച് ഓഫ് ടൈം ഫോർ ദാറ്റ്. അയാൾക്ക് ഒന്ന് റീഅഷ്യൂർ ചെയ്യുക, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ ആളെ കുറച്ചും കൂടി എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കുറച്ച് ഇങ്ങനെ മുന്നോട്ട് ഇത് നിർത്താനായിട്ട് ശ്രമിക്കുക. ദെൻ വെയർ എക്സാക്ട്ലി ഐ ഷുഡ് കീപ് മൈ ഹാൻഡ് എന്നുള്ളതാണ് നമ്മുടെ ആംബലിക്കസിൻ്റെ, അതായത് നെവൽ പോയിന്റ് നമുക്കറിയാലോ. ദെൻ ചെസ്റ്റ് ബോണിൻ്റെ ലോവർ എൻഡ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഓർ ഇൻ എ സിമ്പിൾ വേ നമ്മുടെ ആംബലിക്കസിൻ്റെ കുറച്ച് മുകളിലായിട്ട് കീപ് യുവർ ഫിസ്റ്റ്, ദാറ്റ് ഈസ് ലൈക്ക് ഡോമിനൻറ്റ് ഹാൻഡ് ഓൾവേസ് ബിക്കോസ് അതായിരിക്കും നമുക്ക് കുറച്ച് ഫോഴ്സ് കൊടുക്കാനാണ്. ഈ കൈ വയ്ക്കുക, ഇതിൻ്റെ മേലേക്ക് ഈ കൈയും വയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോൾ എന്തായി, നമുക്ക് കുറച്ച് ഉറപ്പ് കിട്ടി അല്ലേ. സോ രണ്ടും കൂടി, സോ ഐ ഹാവ് ടു കീപ് ദിസ്. പിന്നെ നമ്മൾ ഈ ആള് മുന്നോട്ട് വീഴാനുള്ള സാധ്യത വീഴാതെ നമുക്ക് ഒരു എന്താ പറയുക സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാളുടെ 2 കാലിൻ്റെയും ഇടയിലായിട്ട് എൻ്റെ ചെയ്യുന്ന ആളുടെ കാല് വെക്കണം. സോ ഞാൻ അയാളെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, വീഴാനായിട്ടുള്ള സാധ്യത കുറവാണ്. ദെൻ എൻസർക്കിൾ മൈ ഹാൻഡ്സ് ലൈക്ക് ഇങ്ങനെ വെക്കുക, ആംബിലിക്കസ് ലൊക്കേറ്റ് ചെയ്യുക, കീപ് മൈ ഫസ്റ്റ് ഹാൻഡ്, ദെൻ ഓവർ ദാറ്റ് കീപ് ദിസ്. നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേർഡ്സ് ആൻഡ് അപ്വേർഡ്സ്, ലൈക്ക് നല്ലൊരു ഫോഴ്സ് കൊടുക്കുക. ഞാൻ അത് ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ പ്രത്യേകിച്ച് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പറയും, വെറുതെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയും, പിള്ളേർ ഇത് കഴിയുമ്പോൾ പോയിട്ട് ചുമ്മാ തമാശ കാണിക്കുക, അതോടുകൂടി കഴിയും പരിപാടി. സോ നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ
ഉപയോഗിക്കേണ്ട സംഭവമാണ്. അതുകൊണ്ട് കളിയായിട്ട് ഉപയോഗിക്കരുത്. നമ്മൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഫോഴ്സ് കൊണ്ട് തന്നെ വാട്ട് എവർ ഫോറിൻ ബോഡി ഈസ് ദെയർ, എന്താണോ ഉള്ളത്, ഫോർ എക്സാമ്പിൾ വാട്ട് വാസ് ദെയർ, ഇറ്റ് വാസ് എ മുള്ള് ഫിഷ്, ആൻഡ് അത് അത്ര അങ്ങോട്ട് പോരില്ല. ദാറ്റ് ഓൾവേസ് എവിടെയെങ്കിലും തറഞ്ഞിരിക്കുകയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദ പേഴ്സൺ ടു ദ ഹോസ്പിറ്റൽ. ഈ പറയുന്ന ബുദ്ധിമുട്ടിലേക്കൊക്കെ പോരുമ്പോൾ സപ്പോർട്ട് കൊടുക്കാമെന്നുള്ളതാണ്. ബാക്കി അങ്ങനെയുള്ള സംഭവമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ ചെന്ന് വിത്ത് ക്യാമറ വി ഹാവ് ടു ടേക്ക് ഇറ്റ്. ആരെങ്കിലും ENT മാഡം ആയിരിക്കും അവിടെ ആക്ട് ചെയ്യാൻ പോകുന്നത്. സോ മേജർ ദീസ് കൈൻഡ് ഓഫ് ചോക്കിങ് ഐ മെന്റ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനി ഇയാൾക്ക് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഒരു ഇടിയും കൊണ്ട് പുറത്ത് പോരണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും കുറച്ച് പുറത്ത് എക്സ്റ്റേണൽ ആസ്പെക്റ്റിൽ എയർവേയുടെ അപ്പർ എയർവേയിലൊക്കെ ആണെങ്കിൽ എത്ര പെട്ടെന്ന് പോരുള്ളൂ. ബട്ട് വി ഹാവ് ടു ഗിവ് ദിസ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇയാൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയ ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ദ പേഴ്സൺ ഫ്ലാറ്റ്, താഴെ കിടത്തുക, നിലത്ത് ഫ്ലാറ്റായിട്ട് കിടത്തുക. സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ഫസ്റ്റ് അത്. പിന്നെ അയാളെ വിളിക്കാനൊന്നും പോകണ്ടല്ലോ, നമുക്കറിയാം റീസൺ എന്താണെന്നറിയാം, ഇയാള് അൺകോൺഷ്യസ് ആയതിന്റെ കാരണങ്ങളൊക്കെ അറിയാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ലൈക്ക് ആരെങ്കിലും സഹായത്തിന് വിളിക്കണം. ഇപ്പൊ ഒരു റെസ്റ്റോറൻറ്റ് ആണ്, അല്ലെങ്കിൽ someone is there around, you can ask that person to like call എമർജൻസി ലൈഫ് നമ്പറൊക്കെ വിളിക്കാനായിട്ട് ഈ ആളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മളപ്പോൾ പറഞ്ഞ ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത് ലൈക്ക് വി ഹാവ് ഓൺലി 7 minutes, 3 to അതാണ് പറയുന്നത് 3 minutes to 10 minutes ഓൺലി, അത്രയും നമുക്ക് സമയമുള്ളൂ. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ സംഭവമൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കൂടെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ലൈക്ക് എമർജൻസി നമ്പർ നമ്മൾ വിളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, ചോക്കിംഗ് ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ബാക്കി എല്ലാ സ്റ്റെപ്പും അങ്ങനെ തന്നെ പോകുന്നു. നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, സോ താങ്ക് യു. ഓക്കെ, സോ സെയിം തന്നെ അബ്ഡോമിനൽ ത്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അൺകോൺഷ്യസ് ആയാൽ എമർജൻസി നമ്പേഴ്സ് വിളിച്ച് അയാൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വേറെ ഒന്നുള്ളത്, നമ്മൾ അവർ തന്നെ മെൻഷൻ ചെയ്തതാണ്, കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിന്ന് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ വി ഹാവ് ടു നീൽ ഡൗൺ. കുട്ടികൾ ഇൻ ദ സെൻസ് ലൈക്ക് ഒരു വയസ്സിന് മേലിലുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിൽക്കുമല്ലോ, അപ്പം നമുക്ക് അവരുടെ അടുത്ത് മുട്ടുകുത്തി നിന്നിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലെസ് ദാൻ 1 year ആയിട്ടുള്ള ഇൻഫൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുട്ടികളെ കയ്യിലെടുത്തിട്ട് നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ ലാസ്റ്റ് റിസോർട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ തല നമുക്ക് എവിടെയെങ്കിലും നമ്മളൊന്ന് ശരിക്കും ഇരിക്കുക, കൊച്ചിൻ്റെ കയ്യിലെടുക്കുക, തല കുറച്ച് താഴേക്കായിരിക്കണം നിൽക്കേണ്ടത്. എന്നിട്ട് ബാക്കിൽ ത്രസ്റ്റ് കൊടുക്കുക, ദെൻ 5 thrusts, then turn and then start the compressions. നമ്മൾ ഹാൻഡ്സ് ഓണിലേക്ക് പോകുമ്പോൾ അഡൽട്ടിനും കൊച്ചുങ്ങൾക്കും കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ നമ്മുടെ ഈ വലിയ കൈ കൊണ്ടുപോയിട്ട് കുട്ടികളെ ഇടിക്കലൊന്നും നടക്കില്ല. കുട്ടികൾക്കാകുമ്പോൾ കുറച്ചും കൂടി, ചിലപ്പോൾ ഇൻഫൻസ് ആണെങ്കിൽ നമുക്ക് 2 fingers വെക്കേണ്ടി വരും, അല്ലെങ്കിൽ വി ഹാവ് ടു എൻസിർക്കിൾ ലൈക്ക് ദാറ്റ് ഈസ് വൺ തിങ്, ഇൻഫൻസ്. ഇനി അതേസമയം ഇപ്പോൾ പ്രഗ്നന്റ് ലേഡി നമ്മുടെ വയറ്റിലിടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി അവരുടെ ഡെലിവറിയും കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അല്ലെ, അപ്പം അത് പറ്റില്ല. സോ അത് തന്നെ അവർക്ക് ചെസ്റ്റ് കംപ്രഷൻസ് തന്നെയാണ് കൊടുക്കേണ്ടത്, ചെസ്റ്റ് ത്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഒബീസ് ആയിട്ടുള്ള ഒരാൾ, ഒരു 120 കിലോ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻസിർക്കിൾ ചെയ്യാനോ ചിലപ്പോൾ കഷ്ടമായിരിക്കും. ഇൻ ദാറ്റ് കേസ് ഓൾസോ വി ഹാവ് ടു ഗോ ഫോർ ദ ചെസ്റ്റ് കംപ്രഷൻസ്. ദിസ് ഇസ് ദ വേ ഫോർ ദ ചിൽഡ്രൻ. നേരത്തെ കാണിച്ചു തന്നെ കേട്ടോ. കുട്ടികൾക്കാവും 1 വയസ്സിലൊക്കെ താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ദിസ് ഇസ് ദ വേ വി ഹാവ് ടു കീപ്. ആദ്യം ബാക്കിൽ നമ്മൾ ത്രസ്റ്റ് കൊടുക്കുന്നു, 5 thrusts, ആൻഡ് ദെൻ ടേൺ ആൻഡ് ദെൻ സ്റ്റാർട്ട് ഓഫ് ദ ചെസ്റ്റ് കംപ്രഷൻസ്. പിന്നെ വേറൊന്നുള്ളത്, നമ്മളിപ്പോൾ ഈ ഫോറിൻ ബോഡി എന്താണോ അത് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഇപ്പോൾ നമ്മൾ കാണാതെ കൊണ്ടുപോയി കൈ വായിലിട്ടിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭവം കൂടുതൽ പ്രോബ്ലം ആക്കും. അപ്പോൾ അത് കൂടുതൽ താഴേക്ക് പോകാനുള്ള സാധ്യത. ഇഫ് യു ക്യാൻ വിഷ്വലൈസ്, മീൻസ് ഇഫ് യു ക്യാൻ സീ ഇറ്റ് പ്രോപ്പർലി, ദെൻ ടേക്ക് ഇറ്റ് ഓഫ്. അതർവൈസ് ബ്ലൈൻഡ്ലി നമ്മൾ പോയിട്ട് സ്വീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇതിൻ്റെ കംപ്രഷൻസിൻ്റെ ഇതിൻ്റെ ശേഷം ഇപ്പം നമ്മൾ എന്താ പറയുക, അൺകോൺഷ്യസ് ആയ ആളെ നമ്മൾ കിടത്തിയിട്ട്
ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അയാളുടെ റെസ്പോൺസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ വാട്ട് വാസ് ഹിസ് കോസ് ഫോർ അൺകോൺഷ്യസ്നെസ് ചോക്കിങ്. സോ അങ്ങനെയാണ് ഫോറിൻ ബോഡി വന്നിട്ടുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഉണ്ടെങ്കിൽ എടുക്കുക. യാ ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് എയ്ഡിലേക്ക് പോകണോ അതോ ഹാൻഡ്സ് ഓണിലേക്ക് പോകണോ? സി വി ഹാവ് ഫ്യൂ തിങ്സ്. ഒന്ന്, ഈ പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിരുന്നിട്ടുള്ളൂ. വെൻ യു ഡു ഇറ്റ് അറ്റ്ലീസ്റ്റ് ഇൻ എ ഡമ്മി, കുറച്ചും കൂടി നമുക്കൊരു റിയൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അന്ന് ഞങ്ങൾ ഇടിച്ചതാണ് എന്ന് ഓർത്തിട്ടെങ്കിലും ഒന്ന് ഇടിക്കാനായിട്ട് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. അപ്പം അതുകൊണ്ട് കുറച്ച് സമയം നമുക്കുള്ളൂ. അത് ഒരു സംഭവം. രണ്ടാമത്തെ കാര്യം, കുറച്ച് ഫസ്റ്റ് എയ്ഡ് ഡെയിലി നമ്മൾ കാണുന്ന കുറച്ച് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. വാട്ട് യു പ്രിഫർ? ഇത് ആദ്യം ചെയ്യണോ അതോ ഈ ഫസ്റ്റ് എയ്ഡിന്റെ ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് ഹാൻഡ്സ് ഓണിലേക്ക് പോയാൽ മതിയോ? മീഡിയ മാൻ, വാട്ട് എവർ ബി ഓക്കെ. ക്ലാസ് ആക്ച്വലി ഒരു 5-7 minutes കൊണ്ട് തീരുമല്ലേ? ഈ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് പെട്ടെന്ന് തീരുന്നത്. നിങ്ങൾക്ക് കുറേയൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ അത് പെട്ടെന്ന് തീർത്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഹാൻഡ്സ് ഓണിലേക്ക് പോകാം. ഓക്കെ, ഇനി പെട്ടെന്ന് തീർക്കാവേ. സോ നമ്മൾ കോമൺ വീട്ടിലെല്ലാം സംഭവിക്കുന്ന കത്തി എടുത്ത് മുറിക്കുക അല്ലെങ്കിൽ ബ്ലേഡ് എടുത്ത് ബ്ലീഡിങ് ഉണ്ടായി എന്ത് ചെയ്യും? ബ്ലീഡിങ് ഉണ്ടായി എന്ത് ചെയ്യും? ബ്ലീഡിങ് ഉണ്ടായ ജസ്റ്റ് അവിടെ ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്യാം. എവിടെ ബ്ലീഡിങ് ഉണ്ടായാലും ജസ്റ്റ് അപ്ലൈ പ്രഷർ. കാരണം നമുക്ക് വേറെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഒന്നുമില്ല. ഈ ചിലർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, ഞെക്കിക്കളയാന്നുള്ളൊരു പരിപാടി. അത് ചെയ്യരുത്, അതൊന്നും ചെയ്യേണ്ട. അവിടെ ജസ്റ്റ് അതിന്റെ ജസ്റ്റ് അടുത്തായിട്ട് ആ കട്ടിന്റെ മീതെ ഇപ്പൊ ക്ലീൻ കട്ട് വൂണ്ടാണെങ്കിൽ ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇപ്പം ഇഞ്ചുറി ഒക്കെ ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പൈപ്പ് തുറന്നിടുക, റണ്ണിങ് വാട്ടറിൽ 10 to 15 minutes സോപ്പ് ഇട്ട് കഴുകുക. 10 to 15 minutes സോപ്പ് ഇട്ട് കഴുകുക ആൻഡ് അപ്ലൈ പ്രഷർ. വേറെ മേജർ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഒന്നുമില്ല, അതായത് ബ്ലഡ് ക്ലോട്ട് ആവാണ്ടിരിക്കാനുള്ള ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു ഫിംഗർ പ്രഷറിൽ ഒരു 7 minutes കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് നിൽക്കും. വലിയ ഇഞ്ചുറീസ് ആണ് ഇതിപ്പം നമ്മൾ ബ്ലേഡ് കൊണ്ട് മുറിയുന്നത്. ഇനി ഒരു വലിയ ഇഞ്ചുറി ആണെങ്കിൽ നമ്മൾ കെട്ടിവെക്കുക. അവിടെ എവിടെയാണോ ബ്ലീഡ് ചെയ്യുന്നത് ആ ബ്ലീഡിങ് പോയിന്റിന്റെ മീതെ നല്ല 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 ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കുക. അത് കഴിഞ്ഞിട്ട് നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തിക്കാം. ഇതുപോലത്തെ ഒരു ഇഞ്ചുറി ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ബാൻഡേജ് വെച്ചിട്ട് നല്ല ടൈറ്റ് ബാൻഡേജ് വെച്ചങ്ങ് കെട്ടി വെച്ചാൽ മതി, അതങ്ങനെ ബ്ലീഡിങ് നിന്നോളൂ. ഇനിയിപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ആണ്. ഇപ്പം ഒരു യൂഷ്വൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സിനാറിയോ ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, നോക്കുമ്പോൾ പുറമേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് പൾസും BP ഒക്കെ ഫീൽ ചെയ്യും. ആളുടെ ജനറൽ കണ്ടീഷൻ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ആൾക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടെന്ന്. അങ്ങനെ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഹെഡ് ഇച്ചിരി ലോ ആയിട്ട് വെക്കുക, തല ഇച്ചിരി താത്തി പിടിക്കുക. പിന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ആന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത ഇവാലുവേഷൻ ചെയ്യുമ്പോഴാണ് എവിടെയാ ബ്ലീഡിംഗ് എന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ കയറ്റേണ്ടി വരും അല്ലേ, ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ സമയത്ത് ആൾക്ക് നമ്മൾ വെള്ളം കൊടുത്തു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒന്നും കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ ഹോസ്പിറ്റലിലാണ്, അപ്പൊ ഓൾറെഡി അതിനുള്ള ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞ് കോൾഡ് ആയി പോകരുത്. ബോഡി എപ്പോഴും വാമാക്കി വെക്കുക. ഏറ്റവും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക.
ഇനി ഇത് നമ്മൾ ആക്സിഡന്റിലൊക്കെ കാണുന്നതാണ്, ചിലവരിങ്ങനെ കണ്ണ് രണ്ട് പാൻഡ ഐസ് പോലെ ബ്ലാക്ക് ഐസ് ആയിട്ടുണ്ടാണ്. അത് യൂഷ്വലി നമ്മുടെ സ്കള്ളിന്റെ ബേസിൽ അല്ലെങ്കിൽ ചെവിയുടെ അവിടെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ വരുന്നതാണ്. അതിനൊന്നും ചെയ്യണ്ട. ആകെ ചെയ്യാൻ പറ്റും, ഇപ്പം ചിലർ മൂക്കൊക്കെ ചീറ്റാനൊക്കെ പറയാം, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ് ചെയ്യാം. ഈ സാധനം ഇത് ഇങ്ങോട്ടേക്ക് ബ്ലഡ് താഴേക്ക് ഇറങ്ങി വരുന്നതാണ്, കാരണം ഇത് ലൂസ് ടിഷ്യൂ ഇവിടെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള, അതുകൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ആണ് വരുന്നത്. അത് ഓവർ ദ ടൈം നമ്മൾ ബാക്കി പ്രൈമറി കോസ് എന്താണോ അത് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെത്താൻ അങ്ങ് പൊക്കോളും. പിന്നെ ഉള്ളത് കുട്ടികളിൽ കാണുന്ന ഒരു കോമൺനെസ് ആണ് നോസ് ബ്ലീഡ്. ഏറ്റവും കോമൺനെസ് കാരണം മൂക്കിൽ വിരലിടുക എന്നുള്ളതാണ്. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നോസ് പിഞ്ച് ചെയ്യുക. വലിയ സിവിയർ ബ്ലീഡിങ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോസ് പിഞ്ച് ചെയ്തൊന്ന് ഫ്രണ്ടിലേക്ക് ആഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തോളും. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, നോസ് ബ്ലീഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ ചെയ്യാവുന്ന കാര്യം, കുട്ടിയാണെങ്കിൽ നമ്മൾ മടിയിലെത്തി ജസ്റ്റ് നോസ് പിഞ്ചി. ഇപ്പൊ വലിയ ആളാണെങ്കിൽ ചിലപ്പം കുറെ കോസസ് ഉണ്ട് നോസ് ബ്ലീഡിന്. ഒന്ന് ട്രോമ കാരണം വരാം, പിന്നെ BP കൂടിക്കഴിഞ്ഞാൽ വരാം. അപ്പൊ എന്ത് തന്നെയായാലും കോസ് അറിയാവുന്നുണ്ടെങ്കിൽ കോസ് ട്രീറ്റ് ചെയ്യാൻ, ഒപ്പം തന്നെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യേണ്ട, ആളെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തുക, നോസ് പിഞ്ച് ചെയ്യുക, കോൾഡ് കംപ്രഷൻസ് വെക്കുക. കോൾഡ് കംപ്രഷൻസ് എവിടെയൊക്കെ വെക്കും? നോസിന് കുറെ സ്ഥലത്ത് നിന്ന് ബ്ലഡ് സപ്ലൈ വരുന്നുണ്ട്, മാളിൽ നിന്ന് വരുന്നുണ്ട്, സൈഡിൽ നിന്ന് വരുന്നുണ്ട്, കഴുത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കംപ്രഷൻസ് വെക്കുന്നത് നെറ്റിയിൽ, ഫോർഹെഡിൽ വെക്കുക, ചീക്കിൽ വെക്കുക, കഴുത്തിൽ വെക്കുക. കോൾഡ് കംപ്രഷൻസ് ആകുമ്പോൾ ബ്ലഡ് വെസൽസ് ചുരുങ്ങും, അപ്പൊ സർക്കുലേഷൻ അങ്ങോട്ടേക്ക് പോവില്ല, അപ്പൊ നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഓടി പോകുന്നുണ്ട്. അപ്പൊ ഏത് ഏരിയ നമ്മൾക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എവിടെ നിന്നാണോ ബ്ലഡ് സർക്കുലേഷൻ വരണേ, അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ എവിടെ നിന്നാ വരണേ, അതിനെ ഒരു ഹാർഡ്, ഇപ്പൊ നമ്മൾ ബോണിൽ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാണ്ട് ഒരു സോഫ്റ്റ് ടിഷ്യൂവിന്റെ പുറത്ത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ കാര്യമില്ല. നമുക്ക് ഏത് ബ്ലഡ് വെസലാണ് എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ മീതെ നല്ലൊരു ടൈറ്റ് ആയിട്ട് പ്രഷർ കൊടുത്താൽ മതി. അത് വെരിക്കോസ് വെയിൻ ഉണ്ടാകും ചിലപ്പോൾ പാരന്റ്സിനൊക്കെ കാണാം, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പ്രൊലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതും ബ്ലീഡ് ചെയ്യാം. സോ വാട്ട് എവർ എവിടെ നിന്ന് എങ്ങനെ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാലും ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, അപ്ലൈ പ്രഷർ. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൂർണിക്കയും കൂടെ കെട്ടി നല്ല ടൈറ്റ് ആയിട്ട് ചെയ്ത് വെക്കാം. ഇനി ഇത് സ്റ്റാബ് വുണ്ടാണ്, കത്തി കൊണ്ട് കുത്തി കെട്ടി, അപ്പോഴും നമ്മൾ ഈ എഡ്ജ് സെപ്പറേറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അതൊന്ന് ചേർത്ത് വെച്ചിട്ട് അവിടെ നല്ലൊരു ടൈറ്റ് ആയിട്ട് ഒരു ബാൻഡേജ് ചുറ്റിയിട്ട് കൊണ്ടുപോകും. ഇത് കാണുന്നില്ല, ആക്ച്വലി ലൈറ്റ്സ് ഒന്ന് ഓഫ് ആക്കാം. ക്ലിയർ ആയോ അത്? Just imagine there is something. That's clear now. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവാണ്, കമ്പിയുള്ള ഒരു വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു, നമ്മൾ നേരെ ചെന്ന് ഇടിച്ചു കയറി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു സ്റ്റിക്കിന്റെ പീസ് നേരെ തറച്ചു കയറിയിരിക്കുക, അപ്പൊ എന്ത് ചെയ്യും? വലിച്ചൂരോ? പേടിക്കും ഒബ്വിയസ്ലി. വലിച്ചൂരാൻ നോക്കോ, ഇങ്ങനെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യോ? വലിച്ചൂരെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇപ്പൊ നമ്മള് സിനിമയില് കത്തി കൊണ്ട് കുത്തി കയറി, അടുത്ത് വലിച്ചെടുക്കും, പിന്നെയും കുത്തി, ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം. അതെന്താ? എവിടെയാണ് പോയിരിക്കണേന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ബ്ലീഡ് ചെയ്യുന്നില്ല അല്ലെ, ബ്ലീഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മാനേജ് ചെയ്യാൻ പാടായിരിക്കും. അപ്പൊ ഇങ്ങനെ തന്നെ കൊണ്ടുപോവാ. വലിച്ചെടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വന്ന വഴിക്കും എവിടെയെങ്കിലൊക്കെ ഇഞ്ചുറി വരും, അപ്പൊ നമ്മൾ കൂടുതൽ ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ട്രാൻസ്പോർട്ട് ഇങ്ങനെ തന്നെ ട്രാൻസ്പോർട്ട്. അതേപോലെ ഇപ്പം വർക്ക് സൈറ്റിൽ എന്തെങ്കിലും എക്സ്പ്ലോഷൻ ഒക്കെ ഉണ്ടായി, എന്തെങ്കിലും ഇമ്പാക്റ്റഡ് ആയി കയ്യിലോ കാലിലോ, അങ്ങനെ തന്നെ ആളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നെവർ ട്രൈ ടു ടേക്ക് ഇറ്റ് ഓഫ്. കാരണം ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം അവിടെ ഉണ്ട്. നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ഉള്ളിൽ ഏത് സാധനമാണ് ബ്രേക്ക് ആയിരിക്കുന്നത്, ഏതെങ്കിലും വെസൽ പൊട്ടിയിട്ടുണ്ടോ എന്താന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ വെസൽ പൊട്ടി നിൽക്കുവാണെങ്കിലും ആ പ്രഷർ അവിടെ നിൽക്കുന്നുണ്ട്, ആ പ്രഷർ നിൽക്കണ കാരണം ബ്ലീഡ് ചെയ്യുന്നില്ല. ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫ്രാക്ചേഴ്സ് ആണ്.
ഇപ്പൊ വീണ് പിള്ളേർ ഓടിക്കളിച്ച് വീണല്ലേ നമ്മൾ പെട്ടെന്ന് വീണ്. ഫ്രാക്ചേഴ്സിനെ ബേസിക്കലി ഇത്രേ ചെയ്യാനുള്ളൂ, ഏത് സൈറ്റാണോ ഫ്രാക്ചർ ആണോ ആ സൈറ്റ് ഇമ്മൊബിലൈസ് ചെയ്യുക. അപ്പൊ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് കൈ അല്ലെങ്കിൽ കാല്, ഇപ്പൊ കൈ ആണെങ്കിൽ കൈൻ്റെ താഴെ നമ്മൾ പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ കുറെ കോലുകൾ ചേർത്ത് വെച്ച് ചുറ്റി ഇമ്മൊബിലൈസ് ചെയ്യാം. അതാണ് ചെയ്യാനുള്ള. ഇമ്മൊബിലൈസ് ചെയ്ത നേരം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഇത് കുറെ ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സ് ആണ്. ഇപ്പൊ എവിടെ ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാലും ആ സൈറ്റ് ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. റിബ് ഫ്രാക്ചർ ആയാലും സെയിം തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇത് ആംപ്യൂട്ടേറ്റഡ് ബോഡി പാർട്ട്. ഇപ്പം ഒരു ആക്സിഡന്റ് നടന്നു, അങ്ങനെ ഒരു സൈറ്റിൽ നമുക്കൊരു ബോഡിയുടെ ഒരു പാർട്ട് ആംപ്യൂട്ടേഡ് ആയിപ്പോയി. എങ്ങനെ നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും? ആംപ്യൂട്ടഡ് ബോഡി പാർട്ടിനെ നമ്മൾ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും? ഐസിൽ. എങ്ങനെ ഐസിൽ വെക്കും? നമ്മൾ ആദ്യം തന്നെ ആ പാർട്ട് എവിടെന്നെങ്കിലും കിട്ടുമോ നോക്കുക. ഇപ്പൊ കൈയാണോ കാലാണോ അല്ലെങ്കിൽ ഒരു പോർഷൻ, ഫിംഗറിന്റെ പോർഷൻ ആണെങ്കിൽ ആദ്യം തന്നെ ആംപ്യൂട്ടഡ് പാർട്ട് കണ്ടുപിടിക്കുക. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, കുറച്ച് കഴുകി വൃത്തിയാക്കാനല്ല, ജസ്റ്റ് ഡേർട്ടൊക്കെ ഒന്ന് മാറ്റി അതിനെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബാഗിലിടുക. പ്ലാസ്റ്റിക് ബാഗ് വേറൊരു വലിയ പ്ലാസ്റ്റിക് ബാഗിലിടുക. ആ ബാഗിൽ ഐസ് ഉണ്ടായിരിക്കണം. നേരിട്ട് കൊണ്ട് ആംപ്യൂട്ടഡ് സാധനം ഐസിൽ കൊണ്ടിടരുത്. പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടിട്ട് കീപ് ഇറ്റ് ഇൻ ഐസ് ബാഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ടു ദ ഹോസ്പിറ്റൽ. ലാസ്റ്റ് ആണ് ഹെൽമെറ്റ് റിമൂവൽ. നമ്മൾ വീഡിയോ കാണിച്ചു തരാം. ഇപ്പൊ എല്ലാവരും 2 വീലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് എങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളത്. ഏത് ഇഞ്ചുറിയിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഏത് പാർട്ടിലാണ്? ഈ കഴുത്തിനാണ് അല്ലേ? ഇങ്ങനെ മൂവ്മെന്റ് ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, എല്ലാം ഉണ്ട്. ബാക്കി ഒരു പോർഷനും ആകുന്നില്ല. ഈ കഴുത്തിന്റെ ഇവിടെ നിന്നാണ് ബാക്കി എല്ലായിടത്തേക്കും നെർവ്സ് എല്ലാം പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി പാരലൈസ്ഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. EMS and first responders on how to remove motorcycle and scooter helmets from crash victims. The techniques in this video follow Florida PHTLS protocols. Always remember to follow your respective agency's protocol before and after helmet removal. The following video was made with the help and sponsorship of the University of Miami Miller School of Medicine, the Gordon Center for Research and Medical Education, Ryder Trauma Center, and a state-sponsored Florida Department of Transportation grant, position to maintain full implantation grant. The first rescuer lies or kneels in a stable position to maintain full inline immobilization of the patient's head and neck by placing their hands on each side of the helmet with fingers on the patient's mandible. This position prevents slippage if the strap is loose. A second rescuer then disconnects or cuts the helmet's chin strap or face shield. Be aware, some modern helmets may have visible pull tabs for a modular release, allowing easier disassembly for such emergency events. After removing any straps securing the helmet, the second rescuer places one hand on the patient's mandible with the thumb on one side and the long and index fingers on the other. Their second hand secures the patient's head and neck by applying pressure to the posterior occipital region. For added support, their arms should rest on the ground. This maneuver transfers the inline immobilization responsibility to the second rescuer. Once inline immobilization has been transferred, the second rescuer signals the first rescuer that they have assumed stabilization of the patient's head and neck. The first rescuer may then begin removing the helmet using slow, cautious up and down rocking motions. 3 factors should be kept in mind. The helmet is egg-shaped and therefore must be expanded laterally to clear the ears. If the helmet provides full face coverage, check for glasses and remove them. The nose may impede removal. To clear the nose, the helmet must be tilted backward and raised over it. Throughout the removal process, the second rescuer maintains full inline immobilization from below to prevent unnecessary neck motion. After the helmet has been removed, the first rescuer may place padding under the patient's head to aid in maintaining inline immobilization. The first rescuer then places their hands on either side of the patient's head with their palms over the ears. The first rescuer maintains inline immobilization until the second rescuer can apply a cervical immobilization collar. Afterwards, follow through with your agency's protocol for transporting the patient.
During the helmet removal process, a few key elements should be kept in mind. Inline immobilization is first applied from above the patient's head. Inline immobilization is applied from below by a second rescuer with pressure on the jaw and occiput. During physical helmet removal, remember that the helmet must be maneuvered over the nose and ears while the head and neck are held rigid. Inline immobilization is reestablished from above post-helmet removal. For more information, please email us at survivetheride@miami.edu. നമ്മൾ എപ്പോൾ ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പേഷ്യൻ്റെ അതേ അലൈൻമെന്റിൽ തന്നെ വേണം കിടക്കാൻ. നമ്മൾ കുനിഞ്ഞ് ഇന്ന് ചെയ്യാൻ ശ്രമിക്കരുത്. ഇപ്പം നിലത്ത് കിടക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ അതേ പൊസിഷനിൽ തന്നെ ഇന്ന് വേണം ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ ഇവിടെ പിടിച്ച് സ്പൈൻ സപ്പോർട്ട് ചെയ്യുക, ഇവിടെ കൊടുക്കുക സപ്പോർട്ട്. ഇവിടെ വരുന്ന ആള് നമ്മൾ ഹെൽമെറ്റ് ഇവിടെ പ്രസ്ഡ് ആണല്ലോ, അപ്പൊ കൈ ഉള്ളിലിട്ടിട്ട് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, എന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന്. പിന്നെ ഗ്ലാസ്സസ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യുക. അതിന് പിന്നെ നമ്മൾ ഹെൽമെറ്റ് എടുക്കേണ്ട പൊസിഷൻ, നമ്മൾ താഴെ നിൽക്കുന്ന ആള് ഹെഡ് എൻഡിൽ നിൽക്കുന്ന ആളാണ് എപ്പോഴും ഹെൽമെറ്റ് റിമൂവ് ചെയ്യുന്നത്, മറ്റേ ആള് സ്പൈൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ചെയ്യുന്നത്. ഹെൽമെറ്റ് എടുക്കുമ്പോൾ പിന്നെ നമ്മൾക്ക് ടച്ചിന് ഒബ്സ്റ്റക്കിൾ വരുന്നത് നോസാണ്. അപ്പൊ ഈ ഒരു അപ്വേർഡ് ഡൗൺവേർഡ് റോക്കിംഗ് മൂവ്മെന്റ്സിൽ ഇങ്ങനെ വലിച്ചു ഊരാൻ ഒരിക്കലും ശ്രമിക്കരുത്. കൈ ഉള്ളിലേക്ക് ഇട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു മൂവ്മെന്റിൽ വേണം ഹെൽമെറ്റ് എടുക്കാനായിട്ട്. ഇത് ഇപ്പൊ ഇതിലിട്ട കോളർ നമ്മൾ ട്രോമ കോളറാണ്. 2 ഡിറ്റാച്ചബിൾ സ്ട്രാപ്സ് ഉള്ളതാണ്. നമ്മുടെ മീശമദലിനെ പോലെ പെഡലി എന്ന് പറഞ്ഞ സാധനം അല്ല, അതല്ല നമ്മൾ ട്രോമയിൽ ഉപയോഗിക്കുന്നത്. ഡിറ്റാച്ചബിൾ കോളറുള്ള ഡിറ്റാച്ചബിൾ ആയിട്ട് 2 പോർഷനായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ബാക്കിലേക്ക് ഇടുക, പിന്നെ ഫ്രണ്ടിൽ ഇടുക, എന്നിട്ട് രണ്ടും കൂടെ സ്ട്രാപ്പ് വെച്ച് അറ്റാച്ച് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഉള്ള ഫസ്റ്റ് എയ്ഡ് ഡോഗ് ബൈറ്റ്, ക്യാറ്റ് ബൈറ്റ്, ക്യാറ്റ് സ്ക്രാച്ച്, ഇതെല്ലാം സംഭവങ്ങൾ. ഇപ്പൊ ഏത് ബൈറ്റ് വന്നു കഴിഞ്ഞാലും ഏത് ഇഞ്ചുറി വന്നു കഴിഞ്ഞാലും ബേസിക് ഫണ്ടസ് ക്ലീൻ ദ വൂണ്ട്. പൈപ്പ് തുറന്നിടുക, 10 minutes കംപ്ലീറ്റ്ലി വാഷ് ചെയ്യുക വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. മഞ്ഞള്, ഉള്ളി, വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും അപ്ലൈ ചെയ്യരുത്, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കത്തേ ഉള്ളൂ. ഇൻ കേസ് ഓഫ് ഡോഗ് ബൈറ്റ്, ക്യാറ്റ് ബൈറ്റ്, ക്യാറ്റ് സ്ക്രാച്ച് ഒക്കെ ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമ്മൾ വൂണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മുടെ സ്കിൻ ഇൻടാക്ട് ആണ്, ജസ്റ്റ് ഒരു ലിക്ക് മാത്രമേ ഉള്ളെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്താൽ മതി. ചെറിയ വൂണ്ടാണെങ്കിൽ നമുക്ക് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അത് നമ്മുടെ സ്കിന്നിന്റെ പുറത്തെടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ആണ്. അതിനൊരു ഷെഡ്യൂൾ ഉണ്ട്, 0, 7, 3, 7, 14, 28 ഡേയ്സിൽ. കുറച്ചുകൂടെ വലിയ വൂണ്ടാണ്, ബ്ലഡ് ഊസുള്ള വൂണ്ടിനാണെങ്കിൽ നമ്മൾ ഈ സ്കിന്നിന്റെ പുറമെ എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് കൂടാണ്ട് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻ എടുക്കുക. ആ വൂണ്ടിന് ചുറ്റും വെയിറ്റ് അനുസരിച്ച് എടുക്കുന്നതാണ്. ഇതാണ് അതിന്റെ ഷെഡ്യൂൾ. ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൻഡ് ഈ IDRV അല്ലെങ്കിൽ ഇൻട്രാഡെർമൽ നമ്മൾ കൊടുക്കുന്ന റേബീസ് വാക്സിന് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ ആണ്. വാക്സിനേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാൻ കാരണം റേബീസ് ഇസ് എ ഡെഡ്ലി ഡിസീസ്. ഇതുവരെ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പം വാക്സിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും വാക്സിൻ ചെയ്യുക. പിന്നെ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന ടെറ്റനസ് ടോക്സൈഡ്, TT, അതിനും ഒരു ഷെഡ്യൂൾ ഉണ്ട്. എല്ലാ ഇഞ്ചുറീസിനും പോയി TT എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ആണെങ്കിൽ ഫ്രം ബർത്ത് ടിൽ ദ ഏജ് ഓഫ് 15 years അവർക്കൊരു വാക്സിനേഷൻ ഷെഡ്യൂൾ ഉണ്ട്. ഇതിന്റെ പ്രൊട്ടക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 5 to 10 years ആണ്. ഇപ്പൊ 5 yearsനുള്ളിലാണ് നമുക്കൊരു ഇഞ്ചുറി വന്നെങ്കിൽ ജസ്റ്റ് കീപ് ദ വൂണ്ട് ക്ലീൻ. TT കൊണ്ട് മുറിവ് ഉണങ്ങില്ല, മുറിവ് പഴുക്കാണ്ടിരിക്കില്ല, ഇതൊക്കെ ഒരു കൺസെപ്റ്റ് ആണ്. അതല്ല, TT ഇസ് ഒൺലി അൻ അഡ്ജുവന്റ്. കാരണം മുറിവ് ഉണങ്ങണം അല്ലെങ്കിൽ ക്ലീൻ ആയിട്ട്, അത് എപ്പോഴും ക്ലീൻ ആക്കിയാൽ മാത്രമാണ് ജേംസ് ഉള്ളിലേക്ക് കയറാണ്ടിരിക്കുള്ളൂ. എപ്പോഴും നമ്മൾ കോവിഡിന്റെ സമയത്ത് എല്ലാവരും ഭയങ്കര ഹാൻഡ് വാഷിംഗ് ആയിരുന്നില്ലേ, പൈപ്പ് വെക്കുന്നു, സാനിറ്റൈസർ ഇടുന്നു, സാനിറ്റൈസർ കൊണ്ട് നടക്കുന്നു. സെയിം അത് ബിഫോർ കോവിഡ് അങ്ങനെ തന്നെയാണ്, ആഫ്റ്റർ കോവിഡ് അങ്ങനെയാണ്. കോവിഡ് വന്നപ്പോഴാണ് എല്ലാവർക്കും ഹാൻഡ് വാഷിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായത്. ഇപ്പം വീണ്ടും പഴയതുപോലെ തന്നെയായി. അപ്പൊ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ ഇഞ്ചുറീസ് വരുന്നതിനും ചെയ്യുന്നത്. ജസ്റ്റ് വാഷ് ചെയ്യുക, ക്ലീൻ ആയിട്ട് വാഷ് ചെയ്യുക, ടൈ ചെയ്യുക. പിന്നെ ഒരിക്കലും ഡോഗ് ബൈറ്റ്, ക്യാറ്റ് ബൈറ്റ് അങ്ങനെ വലിയ ഇഞ്ചുറീസ് ആണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ സ്യൂച്ചർ ഇല്ല, സ്റ്റിച്ച് ചെയ്യത്തില്ല. ഇഞ്ചുറി നോക്കിയിട്ട് അതെല്ലാം നോക്കി നമ്മൾ ആ ഇഞ്ചുറീസിന് ചുറ്റും മരുന്നെല്ലാം കൊടുത്ത് ലൂസായിട്ടാണ് ടൈ ചെയ്തിടുന്നത്. കാരണം നമ്മൾ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും വൈറസ് അതിന്റെ സൈഡിലെല്ലാം അത് സ്പ്രെഡ് ചെയ്യും. ഇത് മെയിൻലി നെർവ്സ് വഴിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സിനിമയിൽ കാണുന്ന വെള്ളം കാണും, ആ ഒരു ഇതൊക്കെ ന്യൂറോട്രോപ്പിക് ആണ്, നെർവ്സിനെയാണ് ഇത് പോയി നിൽക്കുന്നത്. പിന്നെ റേബീസിനെ വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൈറസ് അവിടെ ഡോമിനന്റ് ആയിട്ട് കിടക്കും, അങ്ങനെ കിടക്കും.
കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും അത് റിയാക്ടിവേറ്റ് ആയിട്ട് റേബീസ് ആയിട്ട് വരുന്നത്. മീൻസ് ചിലരിപ്പം കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു കാറ്റ് സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നു. അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ഒന്നും ചെയ്തില്ല. ചിലപ്പോൾ ലേറ്റർ ഡേറ്റിലായിരിക്കും അത് മാനിഫെസ്റ്റേഷൻ ആയിട്ട് വരുന്നത്. അപ്പം ആ വൈറസിന് ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്, റേബീസ് വൈറസിന്. അതായത് നമ്മുടെ ഉള്ളിൽ ഈ വൈറസ് കയറിയിട്ട് അസുഖം ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈം ലോങ് ആണ്. അപ്പം പട്ടി വീട്ടിൽ വളർത്തുന്ന പട്ടി കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിന് ഇഞ്ചക്ഷൻ എടുത്താണ്. പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്താലും പൂച്ചയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്താലും ആർക്ക് ഇഞ്ചക്ഷൻ എടുത്താലും നമ്മുടെ ലൈഫ് നമ്മൾ നോക്കണം. വാക്സിൻ 100% പ്രൊട്ടക്റ്റീവ് ആണ്. പിന്നെ പറഞ്ഞ സീഷറിൽ ഈ എന്താ കീ കയ്യിൽ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതില്ല. ആക്ച്വലി അതിനൊരു സയന്റിഫിക് ബേസിസ് ഇല്ല. നമ്മൾ സീഷർ വന്നിട്ടുണ്ടെങ്കിൽ ആളെ കംഫർട്ടബിൾ ആയിട്ട് കിടത്താം, ജസ്റ്റ് ഒന്ന് ചരിച്ച് കിടത്തുക, കാരണം വൊമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സീഷർ പറ്റുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന ചരിച്ചു മാത്രം കിടത്താം, അത് സീഷർ കംപ്ലീറ്റ് ചെയ്യുന്നവരെ അങ്ങനെ തന്നെ കിടത്താം. അതിനിടയിൽ നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുക. ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തരുത്. അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, കുറെ ടൈപ്പ് ഓഫ് സീഷേഴ്സ് ഉണ്ട്. ആ ഓരോ സീഷറിന്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പൊ ചിലർക്ക് കണ്ടിന്യൂസ്ലി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. മെഡിസിൻസ് എടുക്കുന്ന ആളാണെങ്കിൽ മെഡിസിൻസ് സ്കിപ്പ് ആയിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാം. മെഡിസിൻസ് കണ്ടിന്യൂസ്ലി കഴിക്കാൻ പറയാം. വേറെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഐഡിയലി നമ്മൾ പിടിച്ചു വലിച്ചിടുന്നതാണ്. അപ്പൊ എവിടെ വന്നു കഴിഞ്ഞാലും ഇമ്മൊബിലൈസ് ചെയ്യുക ആ ഒരു പൊസിഷൻ. അത് നമുക്ക് കാണിക്കാൻ പാടാം, അല്ല കാണിക്കാൻ പറ്റും, പക്ഷെ ഭയങ്കര അത്രയും ഫോഴ്സ് വേണം. നമ്മൾക്ക് അത് റെക്കറന്റ് ഡിസ്ലൊക്കേഷൻസ് വരുമ്പോൾ മിക്കവാറും പേഷ്യന്റ് തന്നെ അതിന് ഇതാവും. പക്ഷെ ഫസ്റ്റ് ഡിസ്ലൊക്കേഷൻ ഓൾവേസ് രണ്ടുപേര് വേണം. കൊടുത്താണ് സാധാരണ അത് ചെയ്യാറ്. കൊടുത്തിട്ടാണ് റിഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ റെക്കറന്റ് ആയിട്ടൊക്കെ വരുമ്പോൾ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തിയാൽ ചിലപ്പോൾ അവരോട് ഹോസ്പിറ്റലിൽ അപ്പൊ അത് മൂവ് ചെയ്യാതെ ബാൻഡേജ് വെക്കുക, ബാൻഡേജ് ചുറ്റി കൈ എപ്പോഴും സപ്പോർട്ട്. മാക്സിമം ഇമ്മൊബിലൈസേഷൻ ആണ്. എത്രയും കുറച്ച് മൂവ്മെന്റ് കൊടുക്കുന്നു അത്രയും പെയിൻ കുറയും. അപ്പൊ നമ്മൾ വീണ്ടും ഇട്ട് നമ്മളൊന്ന് വലിച്ചിടാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും മൂവ്മെന്റ് വരും. അപ്പൊ ഇമ്മൊബിലൈസ് ചെയ്യുക, ഈ ഒരു പൊസിഷനിൽ ഇമ്മൊബിലൈസ് ചെയ്തിട്ട് നേരെ ട്രാൻസ്പോർട്ട് ചെയ്യുക. പിന്നെ ഉള്ളത് സ്നേക്ക് ബൈറ്റിന്റെ ആയാലും സെയിം തന്നെയാണ്. ഞെക്കി കളയരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ തിരിച്ചൊരു നെഗറ്റീവ് പ്രഷർ വരും. നമ്മൾ ആ പ്രഷർ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് പ്രഷർ വരും. അപ്പൊ അതിൽ എന്തെങ്കിലും വെനം ഉണ്ടെങ്കിൽ, അതായത് പോയ്സണസ് സ്നേക്ക് ആണെങ്കിൽ അത് തിരിച്ച് ബ്ലഡിലേക്ക് അങ്ങോട്ട് കയറിപ്പോവും. അപ്പൊ അതിന്റെ ജസ്റ്റ് മുകളിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഫിംഗർ അല്ലെങ്കിൽ 2 ഫിംഗർ കയറാൻ പാകത്തിന് നോട്ട് ടൈ ചെയ്യുക. ഒത്തിരി ടൈറ്റ് ആവരുത്. അത് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് മാത്രമാണ് അത് അഴിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ആളെ റീഅഷ്യൂർ ചെയ്തുകൊണ്ട് വയ്ക്കാം, എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പ് എത്തിക്കാം. ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഇത്രേ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യത്തിൽ ഓർമ്മ വരുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ്സ് ഓൺ some 10 people use it. So those people can come first. Okay, Let them some do. ആരൊക്കെയായിരുന്നു 10 team members ആരൊക്കെയാന്ന് വെച്ചാൽ വേഗം നിങ്ങൾക്ക് അറിയില്ലേ? ഇനി കുട്ടികളുടെ കാര്യത്തില് നമ്മൾ പറഞ്ഞ ഇങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യില്ല. നേരത്തെ നമ്മുടെ ചോക്കിങ്ങിന്റെ ഇതിൽ കണ്ടു, ഈ ഒരു മൂവ്മെന്റ് ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് മാത്രം മൂവ് ചെയ്താൽ മതി. അല്ല നമുക്ക് നമ്മുടെ കൈൻ്റെ ഉള്ളിൽ പിടിക്കാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ തമ്പ് വെച്ച് പ്രഷർ കൊടുക്കാം. അതാണ് ആ വ്യത്യാസം വരുന്നത്. സൈറ്റ് എല്ലാവരുടെയും സെയിം തന്നെയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ടും ഇങ്ങനെ കൊടുത്താൽ മതി, ഓർ എൽസ് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ചോക്കിംഗ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന 2 ഷോൾഡർ ബ്ലേഡിന്റെ ഇടയിലാണ് നമ്മൾ ആ ത്രസ്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു ഇങ്ങനെ വേണം താഴേക്ക് ത്രസ്റ്റ് ചെയ്യാൻ. നമ്മൾ കൊടുക്കുമ്പോൾ ഈ വായ കൊണ്ട് മീൻസ് വായ തുറന്നു വെക്കുക വിരലുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ്
പുറത്തേക്ക് പോകും. തിരിച്ചുവിടുമ്പോഴും നമ്മൾ അത് തന്നെ നോക്കാനായിട്ട് വിസിബിൾ ആണ് വായിലിരിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് പോക്ക് ചെയ്യരുത്. ചെയ്ത് പിടിക്കണം. കാരണം നാളെ സമയത്ത് നിങ്ങളെ ചെയ്യുന്നത്, അതുകൊണ്ട് ചെയ്ത് പഠിക്കും. ഇങ്ങോട്ട് നമ്മളൊരു സിനാരിയോ തരുവാണ്. രാവിലെ നിങ്ങൾ ഓഫീസിലേക്ക്, ഫോർ എക്സാമ്പിൾ ഇന്നത്തെ രാവിലെ പോരണ വഴിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോരുന്ന വഴിക്ക് നിങ്ങൾ പെട്ടെന്ന് എന്താണ് ഒരാൾ രണ്ട് സിറ്റുവേഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മൾ കാണുക ഒരാൾ വീഴുന്നു, ദാറ്റ് ഈസ് വൺ തിങ്. ഓക്കെ, നമുക്കിപ്പോൾ അപ്രോച്ച് ചെയ്യാനും അയാൾ ഇപ്പം വീണിട്ടുള്ളൂ എന്ന് ഉറപ്പാക്കാനൊക്കെ പറ്റും. വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ കാണുന്നില്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഒരാൾ വീണ് കിടക്കുന്നു. മാഡം എപ്പോഴും പറയാറുണ്ട്, സാധാരണ രീതിയിൽ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? ഒരാൾ വഴിയിൽ കിടക്കുന്ന കാണുമ്പോൾ വെള്ളടിച്ച് കിടക്കുകയാണെന്ന് തന്നെയുള്ള വരുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എല്ലാ കേസസും അവോയ്ഡ് ചെയ്യരുത്. സോ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ആക്ട് ആയിരിക്കും അയാളുടെ ലൈഫിനെ ഇത് ചെയ്യാൻ പറ്റും. നമ്മളൊരു സിനാരിയോ ഇപ്പോൾ തരാൻ പോകുന്നത്, നിങ്ങൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക്, നിങ്ങൾക്ക് വണ്ടിയൊക്കെ ഉണ്ടാവുമായിരിക്കും, നമ്മൾ ഇമാജിൻ ചെയ്യുക, ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് നിങ്ങളുടെ മുൻപിൽ ഒരാൾ പെട്ടെന്ന് വീഴുന്നു. നെക്സ്റ്റ് ഇസ് യുവേഴ്സ്. ഇനീഷ്യൽ സ്റ്റെപ്പ് മുതൽ പറയാ. ഒരാള് വീണ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് സ്റ്റെപ്പ് എന്ത്, തേർഡ് സ്റ്റെപ്പ് എന്ത്, അങ്ങനെ. കണ്ടു, ഒരു ചേട്ടനാണ് വീണത്, ഞാനിത് ചെയ്യും, ഇനി ഇത് ചെയ്യും, അങ്ങനെയല്ല. യു ആർ ആക്ടിങ് ഔട്ട്, ലൈക്ക് എന്താണ് ചെയ്യാൻ പോണെന്നുള്ളത് യു ആർ ഇല്ല, അവരോടൊന്നും പറയണ്ട. യു ആർ ഗോയിങ് ടു ഡു ഇറ്റ് ടു ദാറ്റ് പേഴ്സൺ. ഇല്ല, ആദ്യമേ തന്നെ ചെന്ന് ഷോൾഡർ ഇങ്ങനെ വെക്കുക, അവിടെ വെച്ചിട്ട് തട്ടി വിളിച്ചോ ചേട്ടാ. No response. Okay, next. കാര്യമേ ഇല്ല കേട്ടോ. No. So while you are like ആണ് വിളിക്കുന്നതിനൊപ്പം തന്നെ your eyes should be like focusing into the abdomen or the chest for the movements to see whether breathing or not. ഇല്ല, ബ്രീത്തിങ്ങും ഇല്ല, അയാളുടെ റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ, സോ നെക്സ്റ്റ്. നോ. സോ വേറെ ആരുടെയും സഹായം വേണ്ട, യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്, റൈറ്റ്? ആണോ? കോൾ ഫോർ ഹെൽപ്പ്. സോ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ ഒരു കാര്യം ഉണ്ടായത്, നമ്മളൊരു കാര്യം മിസ് ചെയ്തു. അയാള് റോട്ടിൽ വീണമെന്നാണ് ഞാൻ പറഞ്ഞത്. സോ സീൻ സേഫ്റ്റി ഫസ്റ്റ്, സീൻ സേഫ്റ്റി. സോ ഈ നടുറോട്ടിലാണ് വീണെടുക്കുന്നതെങ്കിൽ സൈഡിലേക്ക് അയാൾ വലിച്ച് കെടുത്തിട്ട് വേണം ബാക്കിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സീൻ സേഫ്റ്റി, ദെൻ നെക്സ്റ്റ് യു ആർ ചെക്കിംഗ് ദ റെസ്പോൺസ്. സോ നോ റെസ്പോൺസ്, നെക്സ്റ്റ് കോൾ ഫോർ ഹെൽപ്പ്. സോ കോൾ ഫോർ ഹെൽപ്പ്, വിളിച്ചോളൂ. വിളിക്കുന്ന പോലെ ഒന്ന് കാണിച്ചു. മൊബൈൽ എങ്ങനെയാ വിളിക്കുന്നത്? സ്പീക്കറിൽ സോ സ്പീക്കറിൽ വെച്ചു. നമ്മൾ വാട്ട് ഓൾ തിങ്സ് യു ഹാവ് ടു സേ. എത്ര പേരുണ്ട് റെസ്ക്യൂവേഴ്സ്, ഇവിടെ ഒരു ചേട്ടൻ വീണ് കിടക്കുന്നു, പെട്ടെന്ന് പറയുവാണ് കേട്ടോ. കാരണം നമ്മൾ ഇതൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ്. പെട്ടെന്ന് പറയുക, നമ്മളിപ്പോൾ ഒരാള് ഒരു മധ്യവയസ്കനാണ്, ഒരു അറൌണ്ട് 50 years, ഒരു ചേട്ടനാണ് വീണ് കിടക്കുന്നത്. സ്ഥലം, ലൊക്കേഷൻ യു ഹാവ് ടു മെൻഷൻ, ബിക്കോസ് നമുക്ക് ഇവിടെ എത്തണമല്ലോ. ലൊക്കേഷൻ യു ഹാവ് ടു മെൻഷൻ ആൻഡ് ഹൗ മെനി, എന്താണ് ഇയാൾക്ക് പറ്റിയിരിക്കുന്നത്, ഏകദേശം അബോധാവസ്ഥയിലാണ്, പിന്നെ റെസ്ക്യൂവർ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി, പിന്നെ നമ്മളെ തന്നെ ആരാണെന്നുള്ള കാര്യം പറയുക. ഞാൻ സോ ആൻഡ് സോ ഇങ്ങനെ കണ്ടു, ഒരാളെ ഉള്ളൂ, രണ്ടുപേര്, റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് നമ്മളുണ്ടായത്, അവിടെ 2-3 പേര് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ എത്ര പേഴ്സൺസ് വീണുണ്ട്, അത്രയും എക്വിപ്ഡ് ആയിട്ട് അവർക്ക് വരണം. ദെൻ പിന്നെ എങ്ങനത്തെ കണ്ടീഷൻ ആണെന്നുള്ളതും പറയുക.
ഇതൊക്കെ സ്പീക്കറിൽ ഇട്ടിട്ട് മീൻ ടൈം യു ഹാവ് ടു സ്റ്റാർട്ട് ഓഫ് ദി അതർ തിങ്സ് ലൈക്ക് അതിന് വേണ്ടിയിട്ട്. പിന്നെ ആരെങ്കിലും ഉണ്ട് അവിടെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് കേൾക്കാനായിട്ട് സാധിക്കും. ദെൻ പ്രൊസീഡ് വിത്ത് ചെസ്റ്റ് കൺട്രാക്ഷൻസ് അവിടെ നിന്ന് മറ്റേ തലക്കേന്ന് പറയുമ്പോൾ യു സ്റ്റാർട്ട് ഓഫ് വിത്ത് ചെസ്റ്റ് കൺട്രാക്ഷൻസ്. So where exactly you will locate the എവിടെ വെക്കണ്ടേ എന്നുള്ളതൊന്ന് പറയാമോ? നമ്മുടെ സെന്റർ ഓഫ് ദി ചെസ്റ്റിന്റെ ലോവർ എൻഡിൽ ദർ ഇസ് എ ഡിപ്രഷൻ. ദർ യു കീപ് 2 fingers. അവിടെ നിന്നായിരിക്കും നമ്മളുടെ ഇങ്ങനെ വെച്ചു. ദെൻ വേർ യു ആർ കീപ്പിംഗ് യുവർ ഡോമിനന്റ് ഹാൻഡ്, അവിടെ സോൾ ഓഫ് യുവർ ഡോമിനന്റ് ഹാൻഡ്, ദെൻ ഇന്റർലോക്ക് വിത്ത് ദിസ് ആൻഡ് ദെൻ സ്റ്റാർട്ട്. അപ്പൊ എന്തൊക്കെയായിരിക്കണം? യുവർ elbow should be straight, the shoulder should be over the chest, ആളുടെ ചെസ്റ്റിന്റെ മേളിലായിരിക്കണം. ദെൻ മാക്സിമം പോസ്. ഇതൊക്കെ ഇഫക്റ്റീവ് ചെസ്റ്റ് കൺട്രാക്ഷൻ നമ്മൾ കൊടുത്തുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവണം, അല്ലാതെ വെറുതെ ഞാനിത് ചെയ്തുകൊണ്ട് മാത്രം ആവരുത്. ഇഫക്റ്റീവ് ചെസ്റ്റ് കൺട്രാക്ഷൻ, ലൊക്കേഷൻ, ദെൻ the rate of the position, rate, then depth of the compression, that is 5 centimeters or maximum up to 6 centimeters. Just recoil, that is another thing. ഇതൊക്കെ നമ്മുടെ ഇഫക്റ്റീവ് ചെസ്റ്റ് കംപ്രഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് വെൻ യു chant it loudly so that ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ they can take over. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാൻഡിങ്ങിന്റെ സ്പീഡും ഓവർ സ്പീഡും അല്ലെങ്കിൽ സ്പീഡ് കുറയുന്നതും ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരു പ്രോപ്പർ സ്പീഡിൽ പോകാനൊക്കെ ഈ ലൗഡർ ചാൻഡിങ് കൊണ്ട് സഹായിക്കും. സ്റ്റാർട്ട്. No, first of all, കുറച്ച് ടാഡ്സമാണ്. നമ്മളിത് ഒരു 1 cycle, that is 120 compressions each. അങ്ങനത്തെ ഒരു 5 സൈക്കിൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 120 to 150 ആവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റെസ്പോൺസ് ചെക്ക് ചെയ്യണം. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ടയർഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു റെസ്ക്യൂ വേറൊരാളുണ്ടെങ്കിൽ യു ടേക്ക് ദി ടേൺസ്. ഇത് കഴിയുമ്പോഴേക്കും അടുത്ത ആൾ ടേക്ക് ഓവർ ചെയ്യും. ഈ ആൾ ഇവിടെ നിന്ന് ഈ ചേഞ്ച് ഓവർ ടൈമും 5 to 10 seconds കൂടുതലാവരുത്. കാരണം നമ്മൾക്ക് 7 minutes മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് ഇയാൾ ചെയ്യുന്നു, മറ്റേ ആൾ ഇവിടേക്ക് വരുമ്പോൾ ഹി ക്യാൻ സ്റ്റാർട്ട് ഓഫ് ഫ്രം ദാറ്റ് സൈഡ്. നോ നീഡ് ടു കം ഹിയർ ആൻഡ് ദെൻ നമ്മൾ ഇങ്ങനെ പിടിക്കില്ലേ, ആ പരിപാടിയൊന്നും വേണ്ട. wherever you are, from the side, not from here, from this side or from that side. രണ്ടൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ റെസ്പോൺസ് ചെക്ക് ചെയ്യുമ്പോൾ ഹെഡ് എൻഡിൽ നിന്ന് റെസ്പോൺസ് ചെക്ക് ചെയ്യരുത്. കാരണം അയാള് നമുക്ക് അറിയത്തില്ല സ്പൈൻ ഇഞ്ചുറി ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നോക്കാൻ വരരുത്. തട്ടി വിളിക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് വേണം ചെയ്യാനായിട്ട്. മറ്റേ സൈഡിൽ CPR കൊടുക്കുന്ന കംപ്രഷൻ കൊടുക്കണ എപ്പോഴും സൈഡിൽ നിന്ന് വേണം ചെയ്യാനായിട്ട്. സ്ലോ ആണ്. ഇത്രയും സ്ലോയില് പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്രഷൻ എഫക്റ്റീവ് ആവില്ല. 120 to 150 ഒരു 15 seconds 30 compressions വരണം. Four, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 29, 30. Okay. Then again you are starting with again 1, 2, 3, 30. 1, 2, 3. അങ്ങനെ ഒരു 5 cycles കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അയാളുടെ റെസ്പോൺസ് ചെക്ക് ചെയ്യുന്നത്. So if he is responding, then ചരിച്ച് റിക്കവറി പൊസിഷനിലേക്ക് കിടത്തുക. ദെൻ അപ്പോഴേക്കും ഈ റെസ്ക്യൂ ടീം വരുന്നത് വരെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ചേട്ടൻ എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയാൽ അടുത്ത കുറച്ച് കഴിയുമ്പോൾ ഇയാൾ വീണ്ടും മറ്റേ അവസ്ഥയിലേക്ക് പോകില്ലെന്ന്. സോ യു ഹാവ് ടു ഒബ്സർവ് ടിൽ ദ മെഡിക്കൽ ടീം കം ആൻഡ് ടേക്ക് ഓവർ. അയാൾ അത്രയും നേരം നമ്മൾ അക്കമ്പനി ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. രണ്ടു പേർക്കും കൂടി ചെയ്യാമായിരിക്കും. ഇത് പൊസിഷൻ ഫീൽ ചെയ്യുക, റിബ്സ് ഫീൽ ചെയ്യുക. അവിടെ ഡിപ്പ് ഉണ്ട്, നമുക്ക് നമ്മുടെ സ്വന്തം ബോഡി തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഡിപ്രഷനിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. 2 fingers വെക്കുക. രണ്ടാമത്തെ ഫിംഗറിന്റെ മേളില് വേണം നമ്മുടെ ഡോമിനന്റ് ഹാൻഡ് വരാനായിട്ട്. അത് വെക്കുക. എൽബോസ് ഒരിക്കലും ഫ്ലെക്സ് ആവരുത്. എൽബോസ് ഫ്ലെക്സ് ആകുമ്പോൾ നമ്മൾ ഇതൊരു 80 kilo ഉള്ള ഒരാളായിരിക്കും ഇവിടെ ഉണ്ടാവുക. നമുക്ക് വേദന, നമ്മുടെ കംപ്രഷൻ എഫക്റ്റീവ് ആവില്ല, നമുക്ക് കയ്യും വേദന എടുക്കും. ഇതാണ് നമ്മുടെ പൊസിഷൻ. ഈ ഇതിൽ വേണം, ഇങ്ങനെ വരരുത്.
ഇതാണ് പൊസിഷൻ. അപ്പൊ നമ്മള് ശരിക്കും ഇപ്പൊ ഹൈറ്റ് ഉള്ള ആളായില്ലെങ്കിൽ നമ്മളൊന്ന് ഫ്രണ്ടിലേക്ക് നിന്നാൽ മാത്രമേ ആ പ്രഷർ കറക്റ്റ് ആയിട്ടോ. ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ പ്രഷർ കറക്റ്റ് ആവില്ല. ഇതില് 1 2 3 4 5 6 7 8 9 10 11 12 till 30. There is a madam ചെയ്തപ്പോ chest recoil നമുക്ക് കാണാനായിട്ട്. Recoil is very very important because there should be a refilling also. ഇതിപ്പോ ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഫീല് കിട്ടില്ല. മാത്രമല്ല നമുക്ക് എത്ര ഡെപ്ത് എന്നുള്ളത് നിങ്ങളെ പറഞ്ഞുതരാൻ പറ്റില്ല. ഇപ്പൊ ലേറ്റ് കുറെ പുതിയ മാനിക്വിൻസ് ഇറങ്ങുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രഷർ കറക്റ്റ് ആണെങ്കിൽ ലൈറ്റ് വരും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്ന്. ജസ്റ്റ് നമുക്ക് ഒരു ഫീല് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. തുടക്കം മുതൽ പറഞ്ഞോട്ടെ. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് ഫസ്റ്റ് ആൾ സേഫ് പ്ലേസിലാണോ നോക്കണം, അല്ലെങ്കിൽ അയാളെ മാറ്റി നമ്മൾ സേഫ് പ്ലേസിലാക്കണം. അത് കഴിഞ്ഞിട്ട് we'll check his response. We'll check his response whether his abdomen is on the same time. Abdomen move ആവുന്നുണ്ടോ, breathing വരുന്നുണ്ടോ, chest up and down. റെസ്പോൺസ് ചെക്ക് ചെയ്യും. ഷോൾഡർ ടാപ്പ്. Shoulder tap. പേരറിയുന്ന ആളാണെങ്കിൽ can call by name, അല്ലെങ്കിൽ എങ്ങനെയാ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ട്. Hello, hello. Breathing നോക്കാം. सबसे abdomen बोल रहे तो ताड़ आकर at same time we'll call emergency number 108. Speaker में call വെച്ചിട്ട് we will tell the person on the side ആളാരാണ്, double ആരാണ് first we'll address that. ആളാരാണ്, എവിടെയാണ് നമ്മുടെ ആക്സിഡന്റ് സൈറ്റ്, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. And if other person is also nearby, they will also understand നമ്മൾ ഏത് പൊസിഷൻ ആണ്. Then we'll start the CPR. First we'll find out the dip. Dip located. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 30. 30. കുറച്ചും കൂടെ സ്പീഡ് വേണം പോവാനായിട്ട്. ടേബിളിൽ ഇച്ചിരി ഹൈറ്റ് നമ്മള് പേഷ്യന്റ് താഴെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നീല ചെയ്യണമെന്നുണ്ടെങ്കിൽ മച്ച് മോർ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും ചെയ്യാനായിട്ട്. ഇങ്ങനെ എന്നിട്ട് ഇപ്പൊ ഷീസ് ഓൾമോസ്റ്റ് ലെഫ്റ്റ് കുറച്ച് നേരം അതൊന്ന് ചെയ്യാന്ന് വെച്ചാൽ കഷ്ടമായിരിക്കും. ഞങ്ങള് ഈ അടുത്ത് BLS കോഴ്സ് ഞങ്ങൾക്ക് ഇങ്ങനെ 2 years once in every 2 years we are attending a trainers course. അപ്പൊ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വി ഓൾ വെയർ ഹാവിങ് ലൈക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ ആൻഡ് സോ നന്നായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പറഞ്ഞല്ലേ സ്റ്റെപ്സ് ഒക്കെ. ഒരാളുടെ ചെയ്യായിരിക്കും അല്ലേ? ഒരാള് വീട് കിടക്കുവാ, ഇനി എന്താ ചെയ്യുന്ന ചെയ്താ മതി. ഷോൾഡർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ്സ് ഗോയിങ് ടു ബി മച്ച് മോർ ഡീപ്പർ ആയിട്ട് പോകും. പിന്നെ വേറൊന്ന് നമുക്ക് കുറെ വേറെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ റിഫ്രാക്ചറിനെ കുറിച്ച് എല്ലാവരും ഈ ഒരു റിഫ്രാക്ചറിനേക്കാൾ കൂടുതൽ ഇയാളുടെ ലൈഫാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. സോ റിഫ്രാക്ചർ ആക്ച്വലി ഒരു 6 to 8 weeks ടൈമിനെ ഡീൽ ചെയ്യാവുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡോണ്ട് ഹാവ് ടു ഗോ സോ മച്ച് അബൌട്ട് ദാറ്റ്. പക്ഷെ ഇത് ഇപ്പൊ ഈ കുറച്ചും കൂടി ഡെപ്ത് കൂടിപ്പോയി. ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ അല്ലെ? നിങ്ങൾ നേരത്തെ ചോദിച്ചു 5 centimeter നിങ്ങൾ എങ്ങനെ അളന്നെടുക്കുന്നത്. ഡിഫറൻസ് യു അണ്ടർസ്റ്റുഡ് നൗ. കുറച്ചും കൂടി അത്രയധികം
ലൈക്ക് നമ്മൾ കുറച്ച് ഒന്ന് ഈ ബ്രിക് ഫ്രാക്ചറിന്റെ കാര്യം തന്നെ, പിന്നെ വേറെ സ്ട്രക്ചേഴ്സ്, ഇന്റേണൽ സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ ഇഞ്ചുറിക്കൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. പിന്നെ നമുക്ക് എത്തേണ്ട സംഭവം എവിടേക്കാണ്? വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ ഹാർട്ട് ലെവൽ. സോ ഈ ഫോഴ്സ് എത്തേണ്ടത് നമ്മുടെ ഹാർട്ടിനെ ജയിക്കാനാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ സെന്റിമീറ്റേഴ്സിന്റെ കാര്യം. ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഹാർട്ട് വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങി, പിന്നെ വീണ്ടും അതങ്ങനെ നിന്ന് പോകാൻ സാധ്യതയുണ്ടോ? സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഒരാള് ഓക്കെ ആയെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പോകരുതെന്ന് പറഞ്ഞത്. അയാള് till he gets the proper medical help, we have to be with the patient. അപ്പൊ ആരെങ്കിലും മറ്റേ ടീം എത്തുവാണെങ്കിൽ they will take over and ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. അപ്പൊ ഈ ഇനീഷ്യൽ ടൈമില് എല്ലായിടത്തും മെഡിക്കൽ ടീം ഉണ്ടാവില്ലല്ലോ, നമ്മളെ അവൈലബിൾ ഉള്ളൂ. ആ സമയത്ത് എന്തെങ്കിലും നമ്മൾ ഇനാക്ട് ചെയ്താൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ന്യൂസ് പേപ്പറിൽ ഒരു സൺഡേ സപ്ലിമെന്റ് വരും, അതിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. വല്ലാർപാടത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായ ഒരു യങ്സ്റ്റർ അറൌണ്ട് 20-25 ഇയേഴ്സിൽ വാസ് ബ്രോട്ട് ഡെഡ് ടു ദ കാഷ്വാലിറ്റി ജനറൽ ഹോസ്പിറ്റൽ. അപ്പോൾ യൂഷ്വലി നമ്മൾ CPR സ്റ്റുഡൻസിനെയൊക്കെ പഠിപ്പിക്കുന്ന ഡെത്ത് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഫീല് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി പഠിക്കും. അവർ മാറ്റി ഡിക്ലെയർഡ് ഡെഡ് മാറ്റി കിടത്തി അവർ CPR കൊടുത്തു തുടങ്ങി. ആൻഡ് ഹി വാസ് റിവൈവ്ഡ്. ആൻഡ് പിന്നെ പുള്ളിക്ക് ഒന്നും ഓർമ്മയില്ല ആ സംഭവം നടന്ന സംഭവം ഒന്നും. പിന്നെ ലേറ്ററിലാണ് ഇതറിഞ്ഞത് ഇങ്ങനെ കൊണ്ടുവന്നിരുന്നു, റിവൈവ് ചെയ്താണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു വലിയ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് CPR. കൊടുത്തോണ്ടേ ഇരിക്കുക. നമുക്കറിയില്ല ഈ സമയത്താണ് ഹാർട്ട് പിക്ക് ചെയ്യാന്നുള്ളത് പറയാൻ പറ്റും. അതാണ് നമ്മള് ബാക്കിയുള്ളവരെയും പഠിപ്പിക്കാനും ശ്രമിക്കുന്നത്. ഡെത്ത് ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു, ഡെഡ് ആണ് പഠിക്കാൻ വേണ്ടി അത് ചെയ്തു തുടങ്ങി. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈമില് he was lucky enough that he got back. എല്ലാവരും ടെൻഷൻ ആയിരിക്കും. ചെയ്യാനുള്ള ഏർജ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇൻസിഡന്റ് വന്നു കഴിയുമ്പോൾ ലൈക്ക് നോക്കി നിൽക്കാണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്ത് കറക്റ്റ് ആവില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ഇൻഹിബിഷൻ മാറ്റുക എന്നുള്ളത് മാത്രം. ഇതിന്റെ വീഡിയോ നമ്മൾ ചില സമയത്തൊക്കെ ഒന്ന് റിവൈവ് ചെയ്ത് കണ്ടാവും. Thank you to both of you all for taking so much time. I mean, like it's almost 2 hours now. Apparently, 1:30. So, thank you so much. I hope it's help you all. Feedback and come back with more suggestions. Useful sessions. So before we go, I'm giving you a lot of appreciation from my side. I'm calling Josie ma'am to please take this. Thank you. Thank you for the opportunity. ഇതേ കൊണ്ട്